ശക്തമായ വികാരങ്ങൾ പ്രശാന്തതയിൽ സാന്ദ്രമാകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക കുത്തൊഴുക്കാണ് കവിത. ഞാൻ ഗായത്രി. നമ്മൾ ഏവരും ഇന്നീ സായാഹ്നത്തിൽ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഒരു യുവ എഴുത്തുകാരൻ, നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ മാളവിക ആർജെ കവിതയുടെ ലോകത്തേക്ക് എ ഡേ ഓൾഡ് വോസ് ഇൻ വൈസസ് എന്ന ആദ്യ കവിതാ സമാഹാരത്തിലൂടെ ചുവട് വയ്ക്കുന്നത് സാക്ഷ്യം വഹിക്കാനാണ്. സർവേശ്വരനെ വണങ്ങി നമുക്ക് ഈ ചടങ്ങ് ആരംഭിക്കാം. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ലതി അറിയണമേ. ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ. ജീവജാലങ്ങളാകയും ജന്മബിന്ദുവാകീണമേ. ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ. ലോകമെന്നെന്ന പാഠമെന്നുമൻ മനസ്സിലെഴുതേണമേ. ആ ആ സ്വാഗത പ്രസംഗത്തിനായി ഡോക്ടർ ലക്ഷ്മി ആർജയെ ക്ഷണിക്കുന്നു. നമസ്കാരം. സന്തോഷപൂർവ്വം ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥികൾക്കും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഈ സാധനത്തിലേക്ക് സ്വാഗതം. ഒരു പുഞ്ചിരിയോടെ ഏവരെയും വരവേൽക്കുന്ന പ്രസ് ക്ലബിന്റെ അഭിമാനമായ സെക്രട്ടറി ശ്രീ കെ എം സാറിനെ ഈ ചടങ്ങിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിനായി സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മുഖ്യാതിഥിക്ക് ഒരാമുഖത്തിന്റെ ആവശ്യമില്ല. വൈരം പതിക്കുന്നു സീമന്ത കുങ്കുമശ്രീയണിഞ്ഞു ചമ്പകം പൂക്കുന്നു. മണ്ണിന്റെ പ്രാർത്ഥനാലാവണ്യമായി വിണ്ണിന്റെ ആശംസയായി, വിണ്ണിന്റെ ആശംസയായി. കവി, ഗാനരചയിതാവ്, വിവർത്തകൻ, ചിത്രകാരൻ എന്നിങ്ങനെ എണ്ണമറ്റ വിശേഷണങ്ങൾക്കുടമയായ റിട്ടയർഡ് ചീഫ് സെക്രട്ടറിയും ഇപ്പോഴത്തെ IMG ഡയറക്ടറുമായ കെ ജയകുമാർ IAS അവരുടെ ഈ ചടങ്ങിലേക്ക് വിനീതമായി സ്വാഗതം ചെയ്യുന്നു. അർപ്പണ മനോഭാവത്തിന്റെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും പര്യായം, സർവോപരി തികഞ്ഞൊരു മനുഷ്യസ്നേഹിയായ ഈ ചടങ്ങിന്റെ ഉദ്ഘാടകനെ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീസ് സാറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക മികവിന് അത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. The social value of bureaucracy has been safe in his hands. Sir, you truly grace the occasion with your presence. കലാ സാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായ ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സർ, കവി, സാമൂഹിക പ്രവർത്തകൻ, സംവിധായകൻ, നാടകകൃത്ത് എന്നതിലുപരി ഒരു കുടുംബ സുഹൃത്തായും വഴികാട്ടിയായും ഈ പുസ്തകത്തിന്റെ എല്ലാ ഘട്ടത്തിലും പ്രവർത്തിച്ച സാറിനെ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. മലയാള സാഹിത്യ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കവി, ചാവുകടലിലെ സൂര്യദാഹം, ഞാനും കേരളീയൻ തുടങ്ങി ധാരാളം കൃതികൾ രചിച്ച അനവധി പുരസ്കാരങ്ങൾക്ക് അർഹയായ നീണ്ട 41 വർഷത്തെ അധ്യാപന പരിചയമുള്ള NSS കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചിരുന്ന ശ്രീമതി T. ഗിരിജ മാഡത്തിനെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. Teaching is more than imparting knowledge. It's inspiring change. വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രിയങ്കരനായ അധ്യാപകൻ, മുൻ എൻട്രൻസ് എക്സാം ജോയിന്റ് കമ്മീഷണറും യൂണിവേഴ്സിറ്റി കോളേജിലെ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് മേധാവിയും എഴുത്തുകാരനുമായ ഡോക്ടർ KP ജയകരൻ സാറിനെ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു.
വർഷത്തിലധികം ലോകാരോഗ്യ മേഖലയിൽ സേവനമനുഷ്ഠിച്ച റിയാക്ട് ഏഷ്യ പസഫിക് ഡയറക്ടറായ ഡോക്ടർ എസ് ലാൽ. വിവിധ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുള്ള ഇദ്ദേഹം WHO, UNEP, വേൾഡ് ബാങ്ക്, ഗ്ലോബൽ ഫണ്ട് എന്നിവയുമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ചിറയൻകീഴ് സ്വദേശിയായ അദ്ദേഹം ലോകരാഷ്ട്രങ്ങളിൽ അതിരുകളില്ലാത്ത സംഭാവനയാണ് ആരോഗ്യ മേഖലയ്ക്ക് നൽകിയത്. We welcome you, sir. ഡിസ്ട്രിക്ട് 318യുടെ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറായി ശ്രീ PMJF ലൈൻ MA വഹാബ് സാറിനെയാണ് അടുത്തതായി സ്വാഗതം ചെയ്യുന്നത്. പൊതുജന സേവനത്തിനായി നിസ്വാർത്ഥം പ്രവർത്തിക്കുന്ന അദ്ദേഹം ഇപ്പോൾ ഭവനരഹിതരായ 100 കുടുംബങ്ങൾക്ക് സൗജന്യമായി വീടുകൾ നിർമ്മിക്കുന്ന പണിപ്പുരയിലാണ്. ഈ തിരക്കേറിയ പ്രവർത്തനങ്ങൾക്കിടയിലും സന്തോഷപൂർവ്വം ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന വഹാബ് സാറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ രചയിതാവ് ഡോക്ടർ മാളവിക ആർജെ. പ്രേക്ഷകന്റെ ഭാവനയ്ക്ക് പുതിയ മാനങ്ങൾ സമ്മാനിച്ച നമ്മൾ ഓരോരുത്തരിലേക്കും തിരിച്ചു പിടിച്ച കണ്ണാടികളാണ് മാളവികയുടെ ഓരോ കവിതകളും. ചരൺ മാർഗാൻ വി ജാനാതി. She doesn't wait for the path to appear. She creates her own path. ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഡോക്ടർ മാളവിക ആർജയെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയെ, ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രസാധകന്റെ തികഞ്ഞ ഉത്തരവാദിത്തത്തോടെ ഈ പുസ്തകം ഈ രൂപത്തിൽ പുറത്തിറങ്ങാൻ സഹായിച്ച ബുക്ക് ഓഫ് എ പബ്ലിക്കേഷൻസിന്റെ ഷൈജു അലക്സ് സാറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ എത്തിയ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. എന്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ഏവർക്കും നന്മ നേരുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ മാളവികയെ ആദ്യമായി കാണുമ്പോൾ ഷി വാസ് എ കോൺഷ്യർ ഓഫ് മെഡിസിൻ. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഐ എം brimming with joy to see my dear friend blossom into a spectacular writer. ആമുഖ പ്രസംഗത്തിനായി ഡോക്ടർ മാളവികയെ ക്ഷണിക്കുന്നു. Patratvadhanamapnodi, dhanadharmam tadasukham. Knowledge gives humility, from humility one attains character. Rightly enough, the legends in this room have humbled me with their presence. Legends in the field of art and works of impeccable social value. Despite not being an established writer and this being my first book, their wisdom has led them here and led me with their kind support. Respected dignitaries on the dais, dearest of friends and family gathered here, a very warm good evening to everyone. Few lines from the Malayalam translation of Tagore's Gitanjali. ശിശുവിന്റെ കൈകാലുകളിൽ വിരിയുന്ന ആ നറു മൃദുലതയില്ലേ, അത് ഇത്ര കാലം എവിടെയാണ് ഒളിഞ്ഞിരുന്നതെന്ന് അറിയാമോ? സ്നേഹത്തിന്റെ നിശബ്ദമായ തരള നിഗൂഢതയായി അമ്മയൊരു പെൺകിടാവായിരുന്നപ്പോൾ മുതൽ അത് ഹൃദയത്തിൽ നിറഞ്ഞിരുന്നതാണത്രേ. ഇത് വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, based on the law of nature that energy can neither be created nor be destroyed, along with entrenchments of elegant euphemisms and mystical imaginations, Gitanjali is a masterpiece, and only someone with a divine calling can translate them into perfection. ജയമോഹൻ സാറിന്റെ മലയാള വിവർത്തനം ചെയ്ത ഗീതാഞ്ജലി ഞാൻ വായിക്കുമ്പോൾ ഞാനത് വായിക്കുന്നതും മനസ്സിലാക്കുന്നതും സാറിന്റെ ലെൻസിലൂടെയാണ്. ലൈക്ക് ഹൗ ഹി പെർസീവ് തിങ്സ് ആൻഡ് ട്രാൻസ്ലേറ്റ് ദം വിത്തൗട്ട് ലൂസിങ് ഇറ്റ്സ് എസൻസ്. അപ്പോൾ ഒരു കേടുപാടും കൂടാതെ വിവർത്തനം ചെയ്തെടുത്തപ്പോൾ സാർ അറിയാൻ ശ്രമിച്ച ടാഗോറിനെയും ടാഗോർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ച സ്പിരിച്വൽ എസൻസും മണ്ണിന്റെ പ്രാർത്ഥനാ ലാവണ്യവും വിണ്ണിന്റെ ആശംസയോടെയും എനിക്ക് അറിയാനും മനസ്സിലാക്കാനും സാധിച്ചു. മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. I am no one to say that I love it, but I would say I can feel it. What I could see is Sir trying to walk through the sufferings and elations of Tagore to truly elucidate and understand the essence of his poems. I am ecstatic to get my book released from this extremely gifted hands. Thank you, sir. I'd like to recite a poem of mine titled Never Enough. Show me balloons of all colors and I shall pick the one that won't be enough. I shall pick the second, third, fourth of my favorite colors and it will still not be enough, for the colors feed the spirit
the cold breeze embracing my warm spirit. I stay there for a few minutes, but that won't be enough. I shall crave for more, for more, for more than anyone can ever offer, but that still won't be enough. I can drench myself in the limpid river for days and nights together, yet I won't be damp enough that you can set me on fire. The poem is an attempt to portray the most disheveled evil of excruciating greed, where we always tend to overlook what we have in search of what we don't possess. Of course, the poem can be interpreted in other ways as well. In order to beget the highest possible outcome of our existence, it's important to give back to nature, to where we come from. Our beloved Hanish sir, his life immersed in selfless service is a testimony to the fact that when we come so far in life, giving back to our people is more of a choice than an obligation. It's an inevitable act that delivers a sense of fulfillment to his revered self. Thank you, sir. Man is a function of his environment. Each one of us is a product of our exposure and the people we've met. My encounter with Srikandan sir makes me believe in destiny. He's been very supportive of the idea of publishing. He's been a mentor and guide throughout the crests and troughs of this journey. Hailing from a family of great teachers, Girija ma'am is such simple yet sophisticated personality, graciously upholding her legacy. വളരെ സ്നേഹത്തോടെയാണ് മാം എനിക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. Your presence is really comforting. ഒരു മെഡിക്കൽ പ്രൊഫഷൻ വെച്ചിട്ട് how to make a difference in the lives of the downtrodden and those in legitimate need is a lesson to be learned from Lal sir. And there is a guardian to the safe haven we're all a part of. Thank you, Sanu sir, for hosting us. A man's true wealth is the good he does in this world. In that sense, I would say Lion Shri M.A. Wahab is loaded. His enthusiasm has always been inspiring. Book Cafe Publications and its MD Shaidu sir has certainly brought out this book at its best. There's no better artist than someone who genuinely appreciates art. Jai Kiran sir, despite being a great writer and not knowing me personally, has been kind enough to come here and present the book for me. I cannot be grateful enough for choosing to love my book. In order to write something beautifully, to write from the bottom of your heart, Jayamar sir and അവതാരികൾ എഴുതിയിരിക്കുന്ന പോലെ ഒരു ഇൻട്രോസ്പെക്റ്റീവ് കാൻഡിഡ്നെസ്സോടെ എഴുതാൻ you need to write with love. സ്നേഹത്തോടെ എഴുതണം. The unconditional love emanating through what I've written is the love of my parents. The most unfettered of love I've known from them. The reason I stand here and speak is the strength of that love. From them, I've learned to let go. I've learned to fight for what I want. I've learned to win and to lose gracefully. But most of all, I've learned to love. And all that from the incessant source of love and support, the support of my family. Do not judge a book by its cover. But today, I beg you to judge my book by its cover because the cover is equally exquisite as its contents. I thank my friend Pranav for designing the most enchanting book cover and his relentless support through all works of this creative pursuit. A poem from my book reads, The White Door on My Wall. The white door here is a metaphor for our conscience. The conscience that guards us. We can't see it. But when you see it, here's a question. When you see your conscience, can it look like a pristine white door as a facade to our otherwise tainted insides? There are lines that I'm proud of, lines that I'm not. Lines where I cringe and some I hesitate to go back and read again. But most of all, I believe the poem speaks for itself. How you interpret the poems is a reflection of your thoughts, emotions, and life experiences. After all, we don't see things as they are. We see them as we are. ഈ പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന തുക 9ാം വാർഡിലെ രോഗികൾക്കായി മാറ്റി വെക്കുകയാണ്. എന്തുകൊണ്ട് 9ാം വാർഡ് എന്ന് വെച്ചാൽ
ബാക്കി എല്ലാ വാർഡുകളിലും രോഗികളുടെ കൂടെ ഒരു ബൈസ്റ്റാൻഡർ ഉണ്ടാവും. 9ാം വാർഡ് ആ കാര്യത്തിൽ കുറച്ച് യുണീക്കാണ്. അത് ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ള വാർഡാണ്. ഞാനവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് അവർക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന ചെറുത് എന്തെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഈ പുസ്തകത്തിലൂടെ അത് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു വിഷൻ വരാനുള്ള കാരണം, അതിനുള്ള ഇൻസ്പിറേഷൻ ശരിക്കും അച്ഛനാണ്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നാണല്ലോ. നിസ്വാർത്ഥമായ സേവനം ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛനിലൂടെയാണ്. So when you read this book from the comfort of your house, rest assured someone else is getting a full course meal or clean clothes to wear. I'd love to believe that even when we all look at the same thing, we do not see the same things. So that sight is unique to us. That sight is God's gift for us. So today, all of you, this sight, I believe, is God's gift for me. Full of gratitude for the beautiful people and this priceless present of a day. Thank you. കവിതകൾ കൊണ്ട് മാത്രമല്ല വാക്ചാതുര്യം കൊണ്ടും നമ്മളെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് മാളവിക. Let's give her a loud round of applause. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട ശ്രീ APM മുഹമ്മദ് ഹനീഷ് IAS അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. A man of remarkable service and stature, currently serving as the Principal Secretary, Department of Health and Family Welfare. Sir, kindly do the honors. ഞങ്ങളുടെ പ്രിയപ്പെട്ട മുൻ ചീഫ് സെക്രട്ടറിയും അതിലുപരിയായിട്ട് കേരളത്തിൻ്റെ പ്രിയങ്കരനുമായ, ഞങ്ങളെ സംബന്ധിച്ച് ഗുരുനാഥനുമായ ജയകുമാർ സർ, അധ്യക്ഷൻ ശ്രീ KS സാനു, പ്രസ് ക്ലബ് സെക്രട്ടറി ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, പ്രിയപ്പെട്ട മാളവിക, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സഹൃദയരെ, അതിലുപരിയായി മുൻവശത്ത് നിന്നിരിക്കുന്ന എൻ്റെ പഴയ കോളേജിലെ സഹപാഠികൾ. മാളവിക ഒരു കവയിത്രിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു നല്ല ഡോക്ടറാവാൻ പരിശ്രമിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ സഹപാഠിയുടെയും മകളും അതിലുപരിയായിട്ട് ജീവിതത്തിലെ ചില പ്രത്യേക ദശാസന്ധികളെ കണ്ടുമുട്ടാനും അതിലുപരിയായി പല കാര്യങ്ങളിലും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാനും അങ്ങനെ ഉപകാരപ്രദമായ പല കാര്യങ്ങളും നടത്തുവാനും ഒക്കെ സാധിച്ച ഒരു കുടുംബവുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് എനിക്ക് വാസ്തവത്തിൽ ശ്രീമതി ജയകുമാരിയും ശ്രീ രവീന്ദ്രനും മാളവികയുമായിട്ടുമൊക്കെ കൂടുതൽ പരിചയം വരുന്നത്. എന്നെ സംബന്ധിച്ച് ജീവിതത്തിലെ യാത്രയിൽ ധാരാളം വ്യക്തിത്വങ്ങളുമായിട്ട് ഒരുപാട് സൗഹൃദമുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. അവരിൽ പലതും ഈ പറഞ്ഞതുപോലെ ഒത്തിരി കാലം നിശബ്ദതയിലായിരിക്കും. ഉടനെയാണ് നമ്മുടെ സഹപ്രവർത്തകരും സഹപാഠികളൊക്കെ പലരും പെട്ടെന്ന് കാണാനും, ആ പെട്ടെന്ന് കാണുമ്പോൾ പഴയ കാലത്തെ ഊഷ്മളത പൂർണ്ണമായിട്ടും തിരിച്ചു പിടിക്കാനും ഒക്കെ ഞാൻ ശ്രമിക്കുന്നത്. ആ ഒരു രീതിയിലുള്ള ഒരു കാഴ്ച കഴിഞ്ഞ ഒരു വർഷക്കാലമായി ശ്രീമതി ജയകുമാരിയുടെ കുടുംബവുമായിട്ട് എനിക്ക് ഉണ്ടായി. അതിൻ്റെ എല്ലാം ഒരു പൂർണ്ണതയെന്നോണം എല്ലാ അർത്ഥത്തിലും സന്തോഷപ്രദമായ ഒരു അവസ്ഥയിലേക്ക് ആ കുടുംബം എത്തിച്ചേർന്ന് കാണാനും സാധിച്ചു. അതോടൊപ്പമാണ് ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞത് മാളവിക ഒന്നാന്തരം ഒരു എഴുത്തുകാരിയാണ്. ഇത്രയും മനോഹരമായ ഒരു കവിതാ സമാഹാരം ഇവിടെ സൃഷ്ടിക്കുവാൻ സാധിച്ചുവെന്ന്. അതിന് അവതാരിക എഴുതിയിരിക്കുന്നതാകട്ടെ ബഹുമാനപ്പെട്ട ജയകുമാർ സാറുമാണ്. ഈ കവിതകൾ വാസ്തവത്തിൽ നമ്മുടെ കുട്ടി ജയകുമാർ ക്ഷമിക്കണം മാളവിക സംസാരിച്ചതുപോലെ ഒരു മനസ്സിൻ്റെ അസാധാരണമായിട്ടുള്ള മോഹങ്ങളാണ്. അതിലുപരിയായി ഒരു ദിനം കൊണ്ട് അവസാനിക്കാത്ത 365 ദിനങ്ങളും കൊണ്ട് അവസാനിക്കാത്ത അങ്ങനെ നീണ്ടു പോകുന്ന ജീവിത സബരിയിൽ എത്താൻ ആഗ്രഹിക്കുന്ന, ചിലപ്പോൾ എത്തിയിട്ടില്ലാത്ത ഒരുപടി മോഹങ്ങൾ, അതിലുപരിയായി കൃത്യമായിട്ടുള്ള ഒരു ദിവസം നീണ്ടു നിൽക്കുന്നത് എന്ന് പറയുന്നെങ്കിലും ദുഃഖങ്ങൾ, ചെറിയ ദുഃഖങ്ങളുണ്ട് എന്ന് പറയുന്നെങ്കിൽ പോലും അതിലുപരിയായിട്ട് പറന്നുയരണം,
ജീവിതത്തിൻ്റെ വർണ്ണങ്ങൾ പൂർണ്ണമായിട്ടും മാരുവില്ലിൻ്റെ സൗന്ദര്യം പൂർണ്ണമായിട്ടും ആവാഹിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു മനസ്സവിടെ കാണാൻ സാധിക്കുന്നു. ഡേ ഓൾഡ് വോസസ് ആൻഡ് വൈസസ് എന്ന ഈ കളക്ഷൻ ഓഫ് പോയിന്റ്സ് മാളവികയെ സംബന്ധിച്ച് വൈദ്യശാസ്ത്രത്തിൽ നേടിയിട്ടുള്ള പ്രാഗൽഭ്യത്തോടൊപ്പം തന്നെ രോഗികളെ പരിചരിക്കുന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരു താളാത്മകത, അതിലുപരിയായിട്ട് അസാമാന്യമായിട്ടുള്ള ഉള്ളിൽ നിന്ന് നിർഗമിക്കുന്ന വളരെ വളരെ സ്വാഭാവികമായിട്ടുള്ള വികാര വിചാരങ്ങൾ, അത് നന്മയിലേക്ക് മാളവികയെ എത്തിക്കണമെന്ന പ്രത്യാശയും പ്രാർത്ഥനയുമാണുള്ളത്. ഇത് ഒരു തുടക്കം മാത്രമായി കണക്കാക്കാനും ഈ ആൾക്കൂട്ടവും ഇതിലെല്ലാം ഉപരിയായി ഇതിനപ്പുറമുള്ള ഒരുപാട് ജനതകളെ ഇനിയുള്ള കാലത്ത് തീർച്ചയായിട്ടും ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാനുമെല്ലാം മാളവികയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രൗഢമായ സദസ്സിൽ ഇവിടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊള്ളും. നന്ദി, നമസ്കാരം. ഇത്തിരി വാക്കുകളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞ് ചിന്തകൾ നമുക്ക് സമ്മാനിച്ച സാറിന് ഒരുപാട് നന്ദി. The moment we've all been waiting for has finally arrived. നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏറ്റവും അർഹതപ്പെട്ട കൈകളാൽ ഈ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടാൻ പോവുകയാണ്. പുസ്തക പ്രകാശനത്തിനായി കവിയും ഗാനരചയിതാവും വിവർത്തകനും ചിത്രകാരനുമായ ശ്രീ KJ കുമാർ അവരുടെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി കവിയും സാഹിത്യകാരനുമായ ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ അവരുടെ സസ്നേഹം ക്ഷണിച്ചുകൊള്ളുന്നു. ഡേ ഓൾഡ് വോസ് ആൻഡ് വൈസസ് എന്ന കവിതാ സമാഹാരം രൂപപ്പെടുന്നതിന്റെ എല്ലാ ഘട്ടങ്ങളിലും മാർഗനിർദ്ദേശം നൽകി കൂടെ നിന്ന ആദരണീയരായ വ്യക്തികളാണ് ഈ ചടങ്ങ് ഇന്നിവിടെ നിർവഹിക്കുന്നത്. നിർവികാരമായ ഹോസ്പിറ്റൽ ചുവരുകൾക്കുള്ളിൽ നിന്നും സർഗാത്മകതയുടെ ബാഷ്പകണങ്ങൾ പൊഴിക്കുന്ന ഈ കവിതകൾ നിങ്ങൾ ഏവരുടെയും ഹൃദയം കീഴടക്കുമെന്നത് നിസ്സംശയം. ഈ പുസ്തകം വാങ്ങുന്നതിലൂടെ നിങ്ങൾ ഓരോരുത്തരും മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ കൂടി ഭാഗമാവുകയാണ്. This is an encouragement to read and read for a cause. വേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് ശ്രീ KJ കുമാർ അവരുടെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടത്തിൻ്റെ അധ്യക്ഷൻ, പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി ശ്രീ സാനു, എൻ്റെ പ്രിയ സഹപ്രവർത്തകൻ ശ്രീ മുഹമ്മദ് ഹനീഷ്, പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ഈ വേദിയെ അലങ്കരിക്കുന്ന മറ്റ് പ്രിയ അതിഥികൾ, പ്രിയ കവി മാളവികയുടെ അഭ്യുദയകാംക്ഷികൾ, സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹനീഷിനോട് പറഞ്ഞത് ഒരുപാട് സംസാരിച്ചത് കൊണ്ട് നന്നായി സംസാരിക്കണമെന്നില്ല. ഉച്ചഭാഗ പേശ്, ഇമ്പഭാഗ പേശ്, പേശാമി വിരുദ്ധ പഴകി, പേശാമി വിരുദ്ധ പഴകി, അതാണ് ഇപ്പോൾ പഴകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദീർഘമായ പ്രസംഗം ഇവിടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സദസ്സ് സമ്പന്നമാണെങ്കിലും അത്രയും തന്നെ സമ്പന്നമായ വേദി എന്നുള്ളത് കൊണ്ട് പ്രസംഗം കുറച്ചില്ലെങ്കിൽ നമുക്ക് ഉള്ള സമയത്ത് വീട്ടിൽ പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. 2-3 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഒന്ന്, പുസ്തക പ്രകാശനം ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എല്ലാ ദിവസവും പുസ്തക പ്രകാശനമുണ്ട്. എന്നാൽ ഈ പുസ്തക പ്രകാശനം അങ്ങനെയല്ല. എന്തുകൊണ്ട് അങ്ങനെയല്ല എന്ന് ചോദിച്ചാൽ, ഈ പുസ്തകത്തിൻ്റെ ഓഥർ നമുക്ക് വളരെ പ്രിയപ്പെട്ട മാളവികയാണ് എന്നുള്ളത് തന്നെ. മാളവിക എനിക്ക് പരിചയമൊന്നുമില്ല. കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ ഒരു ദിവസം കുറച്ചു കാലമായി ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതിലൊരു അവതാരിക എഴുതി തരാമെന്ന് ചോദിച്ചു. പുസ്തകം കവിതകൾ വെച്ചിട്ട് പോയി. അപ്പോൾ എന്നെ ഓർമ്മപ്പെടുത്തിയൊന്നുമില്ല, ഞാൻ അല്ലാതെ തന്നെ എഴുതി തന്നെ. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് ഈ വൈകുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, വായിക്കുമ്പോൾ നമുക്ക് എഴുതാൻ പ്രചോദനം വരാത്തതുകൊണ്ടാണ് അവിടെ ഇരിക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് പ്രചോദനം വരുമായിരിക്കും എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്നത് കൊണ്ടാണ് അവതാരികകൾ വൈകി പോകുന്നത്. എന്നാൽ ഈ പുസ്തകം വായിച്ച ഉടൻ തന്നെ എനിക്ക് ഈ കവിതകളോട് സംവദിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഈ കവിതകൾ എന്നോട് സംവദിച്ചു എന്നുള്ളതാണ് മറ്റൊരു. ഈ കവിതകൾ എനിക്ക് മനസ്സിലായി.
ഈ കവിതകളിലൂടെ എന്താണ് ഈ കവി പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കവിയുടെ മനസ്സെന്താണ്. അന്ന് ഞാൻ മാളവിക അത്ര ശ്രദ്ധിച്ചൊന്നുമില്ല. ഒരു കുട്ടി വന്ന് ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞു, ഞാൻ വാങ്ങിച്ചു വെച്ചു. പക്ഷെ പിന്നെയും ഇതൊക്കെ കഴിഞ്ഞിട്ട് പുസ്തക രൂപത്തിലായിട്ട് പിന്നെയും എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ ഈ പുസ്തകം വീണ്ടും വായിച്ചു, ഈ കവിയെ കൂടുതൽ ശ്രദ്ധിച്ചു. ഇപ്പോൾ ഈ പുസ്തക പ്രകാശനം കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു പുസ്തക പ്രകാശിക്ക് നിങ്ങൾ വായിക്കും, കുറച്ച് പുസ്തകം മാറ്റും. പക്ഷേ മാളവിക എനിക്ക് മറക്കാൻ സാധിക്കാത്ത തരത്തിൽ എനിക്ക് പ്രിയങ്കരിയായ ഒരു മകളെ പോലെ ആയിത്തീർന്നു എന്നുള്ളതാണ് വെച്ചുകൊടുക്കുന്നത്. അത് ഞാനൊക്കെ പറയുകയും ചെയ്തു, എൻ്റെ മകളെ പോലെ എന്നെ കണ്ടാലും. പിന്നെ അപ്പോൾ മാത്രമല്ല, ഈ കവിയുടെ വ്യക്തിത്വവും കവിതയും തമ്മിലൊരു ബന്ധം വേണം. ദി പോയറ്റിക് പേഴ്സണാലിറ്റി ആൻഡ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ പോയറ്റ്, രണ്ടും കൂടി ഒരു ബന്ധമുണ്ടാകും. ഇപ്പോൾ ടാഗോറിനെ മാളവിക കോട്ട് ചെയ്തത്, എൻ്റെ പരിഭാഷ ഉദ്ധരിച്ചിട്ടൂടെ പറഞ്ഞത് യാദൃച്ഛികമായിരിക്കാം. ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു കവിയുടെ വ്യക്തിത്വവും കാവ്യ വ്യക്തിത്വവും, അതായത് അദ്ദേഹം എഴുതുന്നതും അദ്ദേഹവും സമന്വയിക്കുന്ന ഒരു രൂപമുണ്ടെങ്കിൽ ഇത് ടാഗോറാണ്. ടാഗോർ ലുക്സ് വാട്ട് ഹി റൈറ്റ്സ്, ഹി റൈറ്റ്സ് വാട്ട് ഹി ലുക്സ്, ഹി ഈസ് ഇറ്റ്. കവിതയും ടാഗോറും അഭേദ്യമല്ല. ഈ കവിത ഈ രൂപത്തിലുള്ള ടാഗോറിന് മാത്രമേ എഴുതാൻ സാധിക്കൂ. എന്നാൽ നമ്മൾ എല്ലാ കവികളെ പറ്റി അങ്ങനെ പറയാൻ പറ്റില്ല. നല്ല വരികളായിരിക്കും. ഈ മൊശകനാണല്ലേ ഇത് എഴുതിയത് നമുക്ക് തോന്നിപ്പോകും. നമ്മുടെ കുറ്റമാണ് അത്, നമ്മുടെ കുറ്റമല്ല. മനുഷ്യ സഹജമാണെന്ന് തോന്നല്ലോ, ഇയാളാണ് ഇതൊക്കെ സാധിക്കുന്നത് നമുക്ക് തോന്നിക്കൂടായികയില്ല. അതിൻ്റെ അർത്ഥം അയാൾ മോശപ്പെട്ട കവിയാണെന്നല്ല, നമ്മുടെ ഒരു ജഡ്ജ്മെന്റാണ് കേട്ടോ അത്. എന്നാൽ ഇതിൻ്റെ ഒരു സമന്വയം നമ്മൾ കാണുന്നത്, ഏറ്റവും ഉജ്ജ്വലമായി കാണുന്നത് ടാഗോറിലാണ്. അത് കഴിഞ്ഞാൽ മാളവികയിലാണെന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത്. എന്നാലും ഈ കവിതയിലൂടെ അനാവൃതമാകുന്ന ഹൃദയവും മാളവിക എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലുള്ള ഒരു പൊരുത്തം, ഇത് തന്നെയാണ്. ഇതിൽ നിന്ന് വിഭിന്നമായ ഒരു ഹൃദയമില്ല എന്ന് പറഞ്ഞാൽ, കവിതയ്ക്ക് വേണ്ടി ഒരു മുഖം, കവിത ഇല്ലാത്തപ്പോൾ വേറൊരു മുഖം മാളവികയില്ല. ഇന്റൻസിറ്റിയാണ് മാളവികയുടെ കവിതയുടെ പ്രത്യേകത. ആ ഇന്റൻസിറ്റി പലതരത്തിലുണ്ട് കേട്ടോ. ഈ വികാരം സഹിക്കാൻ വയ്യാതെ എഴുതുന്നവരുണ്ട്, അതൊന്നും ഉത്തമമായ സാഹിത്യമല്ല. ഒരുപാട് വികാരം എഴുതി വെച്ചു എന്നുള്ളത് കൊണ്ട് അത് സാഹിത്യമല്ല. ആ വികാരങ്ങളെ, നമ്മുടെ ഭാവങ്ങളെ, നമ്മുടെ അനുഭവങ്ങളെ, അതിന് കവിതയിൽ അർഹമായിട്ടുള്ള ഇക്വലൻസ്, ഇമേജ് ഇക്വലൻസിലൂടെ വാക്കുകളുടെ ഇക്വലൻസിലേക്ക് കൊണ്ടുവരണം. ഒരു പരിഭാഷയാണ് കവിത തന്നെ, ഒരു പരിഭാഷയാണ്. നമ്മളുടെ അനുഭവങ്ങളെ വാക്കിലേക്ക്, ബിംബങ്ങളിലേക്ക്, ആ ബിംബങ്ങളുടെ ചേർച്ചയിലേക്ക് ഒക്കെ പരിഭാഷപ്പെടുത്തി എടുക്കുന്ന വൈഭവമാണ് ഒരു കവിയുടെ വൈഭവം. മാളവികയ്ക്ക് അത് സ്വാഭാവികമായി വഴങ്ങും എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ അനുഭവിച്ചത് ഇങ്ങനെയാണ്, അയ്യോ പിന്നെ എനിക്ക് വലിയ സങ്കടമുണ്ടെന്നൊന്നും അല്ല പറയുന്നത്. അതിന് കറക്റ്റായിട്ടുള്ള വളരെ ബ്രെവിറ്റിയോടുകൂടി നിങ്ങൾ വേണമെങ്കിൽ ഈ വരികൾക്കിടയിൽ കയറിപ്പോയി വേണമെങ്കിൽ വായിച്ചോ, ഇല്ലെങ്കിൽ വായിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു കുസൃതി ഈ കുഞ്ഞിനുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. These poems are extremely dense and what should I say, highly evocative ആണ് ഈ poems. ഒരു സാഹിത്യ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാനിതിന് നല്ല മാർക്ക് കൊടുത്ത് വായിച്ച കവിതകളാണ്. കാരണം ഒരു പോയറ്റിക് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പം ഞാനൊരു കവിത പിന്നെ ഒരുപാട് എഴുതുന്നതല്ല കവിത. 1000 വാക്ക് എഴുതേണ്ട കാര്യമില്ല കവിക്ക് 5 വാക്ക് എഴുതിയാലും 2 വാക്ക് എഴുതിയാലും മതി. ഉദാഹരണം ഞാൻ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമാണ്, ഇതിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ എസ്രാ പൗണ്ട് എന്ന് പറയുന്ന കവി, അദ്ദേഹം ഇമേജിസം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രയോക്താവാണ്. ഇമേജിസം ആക്ച്വലി ഈ ഇമേജുകൾക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുത്ത കവിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു കവിത എഴുതി. എന്നാണ് മെട്രോ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചിലെ പാരീസിലെ മറ്റേ മെട്രോ സ്റ്റേഷനിൽ വെളുപ്പം കാലത്ത് കുറച്ച് പെൺകുട്ടികൾ വന്ന് ഇറങ്ങുന്നതാണ് വിഷയം. അപ്പോൾ ഈ ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒക്കെ മുഷിഞ്ഞ മുഖമൊക്കെ ആയിട്ട് ആളിലിങ്ങനെ രാവിലെ 3-4 മണിക്ക് 5 മണിക്കൊക്കെ മെട്രോയിൽ വന്ന് ഇറങ്ങുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് പെൺകുട്ടികൾ, അതിസുന്ദരികളായിട്ടുള്ള 4-5 പെൺകുട്ടികൾ ഇങ്ങനെ വന്ന് ഇവിടെ ഇറങ്ങുന്നു. ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ അതൊക്കെ ഒരുപാട് എഴുതി. ഇങ്ങനെ ആ നൈറ്റിൻ്റെ പ്രശ്നം, മെട്രോ സ്റ്റേഷൻ, അയാളുടെ ക്ഷീണം, രാത്രി ഒക്കെ എഴുതിയിട്ട് വെട്ടി അവസാനം 2 വരിയാക്കി. ആ വരി എന്താണ്? ആ വരി പെട്ടെന്ന് കേട്ടാൽ നമുക്ക് വലിയ കവിതയാണെന്ന് തോന്നുന്നില്ല, പക്ഷെ അതിൻ്റെ അകത്തേക്ക് കയറണം. ദി അപ്പാരിഷൻ ഓഫ് ദീസ് ഫേസസ് ഇൻ ദ ക്രൗഡ്, petals on a wet black bow.
BOUGH. അപ്പാരിഷൻ എന്ന് പറഞ്ഞ ഒരുതരം പെയിലായിട്ടുള്ള ഒരു പ്രേതാത്മകമായിട്ടുള്ള വെള്ളക്കെയാണ് അപ്പാരിഷൻ എന്ന് പറയുക. അപ്പോൾ ഈ വിൻ്ററാണ്, എല്ലാവരും കറുത്ത തുണിയൊക്കെ പുതച്ച് ഇങ്ങനെ ബ്ലാക്ക് ആയിട്ടൊക്കെ വരികയാണ് ഈ വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ ഇട്ടിട്ട്. വളരെ ഡ്രയറി ആയിട്ടൊരു ഡള്ളായിട്ടുള്ളൊരു വിൻ്റർ മോർണിംഗ്. പക്ഷെ 4 പെൺകുട്ടികൾ അതിസുന്ദരികളായിട്ട് ഇറങ്ങി വരുന്നു. അവർ മുഖമൊന്നും മറച്ചിട്ടില്ല. ദി അപ്പാരിഷൻ ഓഫ് ദീസ് ഫേസസ് ഇൻ ദ ക്രൗഡ്. എന്താണ് കട്ട് ടു സിനിമ ഭാഷയിൽ പറഞ്ഞാൽ, കട്ട് ചെയ്താൽ പെറ്റൽസ്, വൈറ്റ് പെറ്റൽസ് ഓൺ എ വെറ്റ് ബ്ലാക്ക് മൗത്ത്. അങ്ങനെ നനഞ്ഞ് കുതിർന്ന ഇരുണ്ട ഒരു ഇലച്ചാർത്തിൽ വീട് കിടക്കുന്ന, അല്ലെങ്കിൽ കാണുന്ന 4 പെറ്റൽസ്, വെള്ള പുഷ്പദലങ്ങളില്ല എന്ന് പറയുന്ന ഒരു കവിത ഈ ഇമേജിസത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി സാധാരണ പറയാറുണ്ട്. അത് 40 വരി എഴുതി, 20 വരി എഴുതി, 12 വരി എഴുതി, അവസാനം 2 വരിയായിട്ട് വെട്ടിച്ചുരുക്കി. അപ്പോഴാണ് കവിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായത്. ഓൾ ദാറ്റ് ഹി വാണ്ടഡ് ടു സേ ഗോട്ട് കണ്ടൻസ്ഡ് ഇൻ ദീസ് 2 ലൈൻസ്. അപ്പോൾ കവിക്കുണ്ടാകുന്ന ഉന്മാദം ആഹ്ലാദമല്ല, ഉന്മാദമാണ്. അത് മാളവികയ്ക്ക് മനസ്സിലാവും, ഉന്മാദമാണ്. അങ്ങനെ ഒരു 2 വരി കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ ലോകം കീഴടക്കിയ സന്തോഷമാണ്. കവികൾ ഒരർത്ഥത്തിൽ ഭ്രാന്തന്മാരുമാണ് കേട്ടോ. കാരണം നമ്മളിത് എഴുതാനില്ലെങ്കിൽ ലോകം ഇങ്ങനെ നടക്കും. പക്ഷെ നമ്മുടെ വിചാരം എന്താണ്, ഞാനിത് എഴുതിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, നമുക്ക് എന്തെങ്കിലും സംഭവിക്കും, വേറെ ആർക്കൊന്നും സംഭവിക്കില്ല. അതെ, ഐ ആം ടോക്കിംഗ് ആസ് എ പോയറ്റ് ടു എ പോയറ്റ്. അതുകൊണ്ട് എനിക്ക് കവിതകൾ മനസ്സിലായി. എനിക്ക് ഒരുപാട് മനസ്സിലായി പോയെന്ന് മാളവികയ്ക്ക് ഒരു സംശയം തോന്നി. പക്ഷേ I would consider Malavika as one of the most promising poets. Promising എന്ന് പറഞ്ഞാൽ അമിച്ചോറാണെന്നല്ല അതിൻ്റെ അർത്ഥം. One of the most promising poets because she knows the craft of poetry. And she has the intensity that is required of a poet. And she has the dedication to become a poet. I wish her all the very best. You will be one of the leading poets writing in English in the not so distant. Thank you very much. എഴുതുന്ന പാട്ടുകൾ പോലെ തന്നെ മനോഹരമായി അർത്ഥവത്തായും സംസാരിച്ച ശ്രീ ജയകുമാർ സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി സംസാരിക്കാൻ ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ അവരുടെ സസ്നേഹം ക്ഷണിച്ചു കൊടുക്കുന്നു. ഡോക്ടർ മാളവികയുടെ ആംഗലേയ കവിത പുസ്തകത്തിൻ്റെ എ ഡേ ഓൾ ഡോസ് ആൻഡ് വൈസസ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയിട്ടുള്ള എനിക്ക് ഏറ്റവും പ്രിയങ്കരനും ബഹുമാന്യനുമായ ഈ പ്രസ് ക്ലബിൻ്റെ ആദരണീയനായ സെക്രട്ടറി എന്ന നിലയിൽ ഒക്കെ തന്നെ വാർത്താ മാധ്യമങ്ങൾക്ക് പുതിയ മുഖം കൊടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ ശ്രമത്തിലൂടെ സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് നിരവധി തെളിവുകളിലൂടെ എനിക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഇവിടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ശ്രീ KN സാനു അവർ നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ മുഹമ്മദ് ഹനീഷ് TS അവർ ഈ പുസ്തകം അർഹമായ കൈകളിലൂടെ പ്രകാശനം ചെയ്തു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതിന് ഇവിടെ എത്തിച്ചേർന്ന ഏറ്റവും ആദരണീയനായ ശ്രീ K. ജയകുമാർ അവർ ഇവിടെ പുസ്തക അവതരണം നടത്തുന്നത് ഈ പുസ്തകം അവഗാഹമായി തന്നെ അറിഞ്ഞ് അവതരിപ്പിക്കുവാൻ ഇടയത്തിലുള്ള ഡോക്ടർ KP ജയിക്കിലർ അവர்களാണ്. അതിന് ആസ്വാദനം പ്രൊഫസർ T. ഗിരിജ, ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഡോക്ടർ SS ലാൽ, ലയൻ ശ്രീ MA വഹാബ്, എൻ്റെ പ്രിയ സുഹൃത്ത്. ഈ പുസ്തകം വളരെ ഭംഗിയായി തന്നെ പ്രസാദനം ചെയ്ത പ്രിയ സുഹൃത്ത് ഷൈജു അലക്സ്, ബുക്ക് കഫേയുടെ ചെയർമാനാണ്. ഇവിടെ സ്വാഗതം പറഞ്ഞ ഡോക്ടർ ലക്ഷ്മി RJ, കൃതജ്ഞത പറയുന്ന ഗൗരി പാർവതി, അതുപോലെ തന്നെ അവതാരകയായി നമ്മുടെ മുന്നിൽ സ്മാർട്ടായി നിൽക്കുന്ന ഗായത്രി PK, മാളവികയുടെ അല്ലേ, അങ്ങനെ ഒരു മകൾ നമുക്ക് ഉണ്ടെങ്കിൽ എന്ന് നമ്മൾ ആശിച്ചു പോകും അല്ലേ. ആ മകൾക്ക് ജന്മം കൊടുത്ത ബഹുമാന്യനായ എനിക്ക് ഏറ്റവും ആദരണീയനായ രവീന്ദ്രൻ സാർ, ജയകുമാരി അവർ, അതുപോലെ തന്നെ മാളവികയുടെ സഹോദരി ഡോക്ടർ ലക്ഷ്മി തുടങ്ങി മാളവികയുടെ കുടുംബവുമായും മാളവികയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ദീർഘമായ എല്ലാവരും വളരെ കുറച്ചാണ് സംസാരിച്ചത്. അതുകൊണ്ട് എനിക്കും അതൊരു വഴിയായി വളരെ കുറച്ച് സംസാരിക്കുക എന്നതാണ്. മാളവികയെ ഞാൻ അപ്രതീക്ഷിതമായിട്ടോ, ഞാൻ കവിതയെക്കുറിച്ച് പറയുന്നില്ല, കാരണം കവിത അവതരിപ്പിക്കാൻ ആളുള്ളത് കൊണ്ടും കവിതയെക്കുറിച്ച് നന്നായി തന്നെ ആസ്വാദനം പറയാനിവിടെ
വ്യക്തികളുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ മാളവികയെ പരിചയപ്പെട്ട സന്ദർഭമാണ് ഇപ്പോൾ ഓർക്കുന്നത്. ഞാനും ഒരു കുടുംബവുമായി ഒരു യാത്ര പോയിട്ട് തിരുവനന്തപുരത്തുള്ള ഒരു ഹോട്ടലിൽ, വെജിറ്റേറിയൻ ഹോട്ടലിൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ട് പിന്നിലായിട്ട് എനിക്ക് പരിചയമുള്ള ഒരു മുഖം ഉണ്ട്. ആ മുഖം ജയകുമാരിയുടെ മുഖമാണ്. അപ്പൊ ഞാനൊന്ന് നോക്കി. അപ്പൊ ജയകുമാരി ചിരിച്ചു. എൻ്റെ സമീപ പ്രദേശത്ത് താമസിക്കുന്ന ജയകുമാരി എന്നോട് പറഞ്ഞു, സാറിനെ എനിക്കറിയാം, കാര്യവട്ടം ശ്രീകണ്ഠനായരുടെ. അതെ, എൻ്റെ മകളും കവിതയൊക്കെ എഴുതുന്നുണ്ട്. അപ്പൊ രവീന്ദ്ര സാർ പറഞ്ഞു, സാറിനെ എനിക്കറിയാം, ഞാൻ സാറിന്റെ വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് 1981 സാർ എഴുതിക്കൊണ്ടിരുന്ന നാടകം ഫിനിഷ് ചെയ്തപ്പോൾ പിടിച്ചു വാങ്ങിച്ചു കൊണ്ടുപോയ ആളാണ് ഞാൻ. രവീന്ദ്ര സാറിനോട് പറയാം. അപ്പൊ എനിക്ക് അതിശയം തോന്നി. അന്ന് ചെമ്പഴന്തി SM കോളേജിൽ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയായിരുന്നപ്പോൾ ഞാൻ എഴുതിയ നാടകം അന്ന് തന്നെ പകർത്തിയെടുത്ത് തീർന്ന സമയത്ത് അവിടെ എത്തുകയും പ്രകാശൻ സാറും കൂടി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ടുപോയ ആ സന്ദർഭം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഇതൊരു വലിയൊരു നാടക പ്രവർത്തകനാണ്, അത് കാരുണ്യ പ്രവർത്തകനാണ് രവീന്ദ്ര സാറ്. അമ്മയതുപോലെ തന്നെ നിരവധി പാവപ്പെട്ടവരെ സഹായിക്കുന്ന മനസ്സുള്ള, അതുകൊണ്ട് എനിക്ക് ആ കുടുംബത്തെ കുറിച്ചാണ് പറയാനുള്ളത്, കവിതയെ കുറിച്ചല്ല. മാളവിക ഉൾപ്പെടെയുള്ള കുടുംബത്തെ കുറിച്ച്, ലക്ഷ്മി ഉൾപ്പെടെയുള്ള കുടുംബത്തെ കുറിച്ചാണ്. അപ്പൊ അത്രമാത്രം ഊർജ്ജസ്വലരായി നിൽക്കുന്ന അച്ഛനും അമ്മയും, അതാണ് മാളവികയുടെ ഊർജ്ജസ്വലതയ്ക്ക് കാരണം എന്ന് ഞാൻ പറയും. കാരണം മാളവികയെ പരിചയപ്പെട്ട് പോയതിനു ശേഷം മാളവിയുടെ അമ്മയും അച്ഛനും പറഞ്ഞു, ഇങ്ങനെ കവിതകളുണ്ട്, ഇംഗ്ലീഷ് കവിതകളാണുള്ളത്, അത് ഞാൻ പറഞ്ഞത് നമുക്ക് പുസ്തകമാക്കണം മകളെ എന്ന് പറഞ്ഞ് വിട്ടു. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ മാളവിയെ വിളിക്കാം, ഞാൻ പിന്നെ മറന്നു. മാളവിയെ വിളിക്കുക, മകളെ ഞാൻ അന്ന് ഹോട്ടലിൽ വെച്ച് രവീന്ദ്രൻ നായരുടെയും ജയകുമാരിയുടെയും മകളായി പരിചയപ്പെട്ട ആളാണ്, ഓർമ്മയുണ്ടോ മാളവിക, ഡോക്ടർ മാളവിക? ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കവിതയൊക്കെ DTP എടുത്ത് വെച്ചിരിക്കുക, നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു, നമ്മൾ ജയകുമാർ സാറിന്റെ കൊടുത്തിട്ട് സാറ് വായിച്ചു നോക്കിയിട്ട് സാറിന് സമ്മതമാണെങ്കിൽ ഒരു അവതാരിക എഴുതിയിട്ട് നമുക്ക് ബുക്ക് അപ്പേ, ഷൈജു അലക്സ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ബുക്ക് അപ്പേ കൊടുത്ത് നമുക്ക് പുസ്തകമാക്കാം. അങ്ങനെയാണ് ജയകുമാർ സാറിനെ കണ്ടപ്പോൾ സാറ് വായിച്ചിട്ടുണ്ട്, പറഞ്ഞു, ശ്രീകണ്ഠനായർ നല്ല കവിതയുടെ ക്രാഫ്റ്റ് എന്താണെന്ന് അറിയാവുന്ന കുട്ടിയാണ്, അതുകൊണ്ട് ഞാൻ അവതാരിക എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് ജയകുമാർ സാർ ഓപ്പണായി. സാറ് വളരെ ഓപ്പൺ മൈൻഡുള്ള ഒരാളാണ്. പറ്റൂലേ സാർ, പറ്റില്ല എന്ന് പറയും, പറ്റുമെങ്കിൽ പറ്റുമെന്ന്. അപ്പൊ അങ്ങനെ എന്നെ കൊണ്ട് പറ്റും എന്ന് സാറ് പറഞ്ഞു, ഞാൻ അവതാരിക എഴുതുക. മാളവികയുടെ പറഞ്ഞ സന്തോഷമായി അച്ഛനും അമ്മയും മാളവികയുടെ സാറിനെ കണ്ട് സ്ക്രിപ്റ്റ് കൊടുത്തു. ഞാൻ കൂടെ പോയിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ചു പേരെ എഴുതാൻ മികവുള്ള കുറെ ആളുകളെ ഇങ്ങനെ ജയകുമാർ സാറിനെയൊക്കെ ശല്യപ്പെടുത്തി ഈ രംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ 54 വർഷമായിട്ട് എഴുതുന്ന ആളാണ്. തോന്നുന്നു ഇത്രയും പ്രായമുണ്ടോ? ഉണ്ട് കേട്ടോ. അപ്പോ അങ്ങനെ നിൽക്കുന്ന ഈ രംഗത്തെ ഒത്തിരി പേരെ എനിക്ക് ഇങ്ങനെ കൊണ്ടുവരാം. അത് മാളവിക, ഞാൻ എൻ്റെ മകളുടെ പ്രായമില്ല, അതുപോലെ മക്കളെ പോലെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ്. കാരണം ആ കുട്ടിക്ക് ഡിബേറ്റിലായിരുന്നാലും എലക്യൂഷനിലായിരുന്നാലും മറ്റേത് മേഖലയായിരുന്നാലും ശാസ്ത്രപരമായിട്ടുള്ള പ്രദർശന മേഖലയിലായിരുന്നാലും കവിത ചൊല്ലലിലായിരുന്നാലും പ്രസംഗത്തിലായിരുന്നാലും ലേഖനങ്ങളിലായിരുന്നാലും എല്ലാത്തിലും മികവുള്ള ഒരു കുട്ടിയാണ്. അത് ആ കുട്ടിയോട് അടുക്കുമ്പോൾ മാത്രമേ നമുക്കറിയാം. പക്ഷേ മാളവിക അതൊന്നും കാണിക്കത്തില്ല കേട്ടോ. വളരെ ചെറിയൊരു കുട്ടിയുടെ മനസ്സുമായിട്ടാണ് ഈ വലിയ മനസ്സുള്ള കുട്ടി നമ്മുടെ മുന്നിൽ. അപ്പൊ അതാണ് ഏറ്റവും ഉദാത്തമായിട്ടുള്ള മനുഷ്യഭാവം എന്ന് ഞാൻ കരുതുകയാണ്. ഈ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരു മകളെ കിട്ടിയ ഭാഗ്യം എന്ന് തന്നെ. അങ്ങനെ ഒരു മകളല്ലേ ലക്ഷ്മി നിൽക്കുന്നുണ്ട്, ലക്ഷ്മിയെ നോക്കുക. 2 മക്കളെ കിട്ടിയ വലിയ ഭാഗ്യമാണ്. രവീന്ദ്ര സാറ് ഇത്രയും തുറന്ന മനസ്സുള്ള സാറ്, ഉള്ളത് ഓപ്പണായിട്ട് പറയുന്ന ആളാണ്. എനിക്ക് അതാണ് ഇഷ്ടം, മനസ്സിൽ വെച്ചല്ല സാർ, അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള ആർജവം ഉള്ള ഒരു വ്യക്തിത്വം. വളരെയധികം ലൈൻസിലൂടെയൊക്കെ ഒത്തിരി പരിപാടികൾ വഹാബ് സാറുമായിട്ട്, എൻ്റെ പ്രിയ സുഹൃത്ത് വഹാബ് സാറുമായിട്ട് എന്നെ ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കാരുണ്യപരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ കുറച്ച് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നിട്ട് പോലും ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി വളരെ എന്താ പറയുന്നത്, വളരെ പണിപ്പെട്ടെന്ന് തന്നെ പറയാം. ആരോഗ്യം നോക്കാതെ ഇതിന്റെ കൂടെ നടന്നു എന്നുള്ളതാണ്. ഒപ്പം പ്രണവ് എന്ന് പറയുന്ന ഈ നമ്മുടെ മാളവികയുടെ അടുത്ത കുടുംബ സുഹൃത്ത് പ്രണവുമായിട്ടുണ്ട്. പ്രണവാണ് ഇതിന്റെ ലേഔട്ട് കാര്യങ്ങളൊക്കെ നോക്കിയത്. ഷൈജുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട അതിന്റെ കാര്യങ്ങളുമായിട്ട് പ്രണവുമായിട്ടുണ്ട്. അതുപോലെ തന്നെ അതുല്യ ഇവിടെ കാണണം, അതുല്യ, ലക്ഷ്മി, പിന്നെ ഞാൻ ഈ പറഞ്ഞ ഗായത്രി, പാർവതി, ഗൗരി പാർവതി, ഇവരെല്ലാവരും ഒരു ടീമാണ്. കാരണം അച്ഛന്റെ അമ്മയുടെയും കൂടെ, മാളവിയുടെ അച്ഛന്റെ അമ്മയുടെയും കൂടെ നിന്നുകൊണ്ട് ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തിനും പ്രിന്റിങ്ങിന്റെ കാര്യത്തിലും ഒക്കെ തന്നെ ഒത്തു പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അവിടെയാണ്
ജാതി മത കക്ഷി രാഷ്ട്രീയ വികാരങ്ങൾക്ക് ഉപരിയായി മനുഷ്യൻ ഒന്ന് ചേർന്നാൽ നല്ല കാര്യങ്ങൾ അല്ലെ നടക്കും എന്നുള്ളതിന് ഇവിടെ അവർ ജാതിയില്ല, മതമില്ല, ഏത് രാഷ്ട്രീയമെന്നില്ല, ഒരു വീട്ടുകാരെ പോലെ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാക്കുന്ന നമ്മുടെ നാട് നന്നാകും. ഒന്നിനെ എതിർത്തുകൊണ്ട് മറ്റൊന്നിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എനിക്ക് വിജയിക്കണം എന്നുള്ള സ്വാർത്ഥത വരുമ്പോഴാണ് നമ്മുടെ വ്യക്തിയും നാടും നശിക്കുന്നത് എന്നുള്ളതാണ്. ഇതിപ്പോ കൂട്ടായ യത്നത്തിലൂടെയാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത്. ഞാൻ ഷൈജു അലക്സിനെ അങ്ങേറ്റം ഈ പുസ്തകം നന്നായി തന്നെ ഇങ്ങനെ നല്ല കട്ടിയുള്ള ബൈൻഡ് കൊടുത്തൊരു ഇംഗ്ലീഷ് ആംഗലേയ സാഹിത്യത്തിന്റെ മുഖം കൊടുത്ത് തന്നെ ഇങ്ങനെ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചത് ഷൈജു അലക്സിനെയും അതിന്റെ പുറകിൽ നിന്ന് അച്ഛനെയും അമ്മയും മാളവിയും ഒക്കെ തന്നെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ഒപ്പം നിങ്ങൾ എല്ലാവരും നല്ലൊരു സദസ്സ്, പ്രൗഢമായ സദസ്സാണ്. ഈ മാളവിയെ അനുഗ്രഹിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. എനിക്കൊരു അഭിപ്രായം കൂടി ഒരു വാചകം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പിന്മാറാം. ഇവിടെ മാളവിയുടെ പുസ്തകം ഇരിപ്പുണ്ട്. ഒരു പുസ്തകം ഒരാൾ വാങ്ങുകയോ അല്ലെങ്കിൽ രണ്ടുപേർ ചേർന്നൊരു പുസ്തകം വാങ്ങിയാൽ സന്തോഷം. പുസ്തകം വാങ്ങണം, വീട്ടിൽ കൊണ്ടുപോയി വായിക്കണം. ഈ 26 കവിതകൾ ജയകുമാർ സാർ നല്ലൊരു അവതാരിക എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു പേജിൽ ഒരു ചെറിയ അപ്രീസിയേഷൻ എഴുതിയിട്ടുണ്ട്. വായിക്കണം, വാങ്ങിക്കണം, വായിക്കണം. മാളവിയെ അനുഗ്രഹിക്കുക. മാളവിക്ക് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. For all your efforts and the kind words you've bestowed on us. ഇവിടെ എത്തി നമ്മോട് കൂടി സംസാരിച്ച് ഇതിനെല്ലാം എൻകറേജ്മെന്റും തന്ന ശ്രീ കെ ജയകുമാർ സാറിന് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു സ്നേഹാദരം. അടുത്തതായി ഹനീഷ് സാറിനെയും സ്നേഹാദരം സ്വീകരിക്കാൻ ക്ഷണിക്കുന്നു. അടുത്തതായി സംസാരിക്കാൻ ഈ ചടങ്ങിന്റെ അധ്യക്ഷനും ട്രസ്റ്റ് ക്ലബ് സെക്രട്ടറിയുമായ ശ്രീ കെ എൻ സാനു സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട അതിഥികളെ, ഒരു അധ്യക്ഷ പ്രസംഗം ദീർഘിപ്പിക്കരുതെന്നുള്ളൊരു സൂചന തന്നിട്ടാണ് ജയകുമാർ സാർ പോയിട്ടുള്ളത്. കാരണം അത് മാത്രമല്ല, അധ്യക്ഷ പ്രസംഗം ഞാനൊരു 1 വർഷത്തിന് മുമ്പ് അവസാനിപ്പിച്ചു. കാരണം കാര്യവട്ടം ശ്രീകണ്ഠ സാറിൻ്റെ കൂടെ ഞാൻ കോലത്തുങ്കര ക്ഷേത്രത്തിൽ വിജയമ്മ ടീച്ചർ എന്ന് പറഞ്ഞ ഒരു ടീച്ചറുടെ പുസ്തക പ്രകാശനത്തിൽ അന്നും അധ്യക്ഷനായിരുന്നു. ഞാനവിടെ പോയി ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ ഭൂമിയാണല്ലോ. കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് ഉദ്ഘാടകനെ വിളിച്ചിട്ട് പോയിരുന്നപ്പോൾ ഉദ്ഘാടകൻ പറഞ്ഞു, ഈ അധ്യക്ഷൻ എന്ന് പറയുന്ന ആള് അധ്യക്ഷ പ്രസംഗം നടത്തിയാൽ പോരെ, ഞാൻ എന്ത് പറയാൻ വേണ്ടിയിട്ട് ഒക്കെ കുറിച്ച് വിശാലമായിട്ട് വന്നു, അതൊക്കെ ഓരോ വാക്കിലും പറഞ്ഞിട്ട് പോയാൽ പിന്നെ ഞാൻ എന്ത് പറയും. അന്ന് ഞാൻ അവസാനിപ്പിച്ചു അധ്യക്ഷ പ്രസംഗത്തിൽ വെറും അധ്യക്ഷ പ്രസംഗം മാത്രം. ഈ വേദിയിൽ ജയകുമാർ സാറിനെയും മുഹമ്മദ് ഹനീഷ് സാറിനെയും സാന്നിധ്യം വളരെ അനുഗ്രഹീതമാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പലപ്പോഴും തെറ്റിപ്പോകുന്നുണ്ട്. എറണാകുളം ജില്ലാ കളക്ടർ എന്ന് പറയുമ്പോൾ മുഹമ്മദ് ഹനീഷ് എന്ന് ഞാൻ എഴുതും, പിന്നെ വെട്ടും. കാരണം അത് എന്തോ ഞാൻ മാധ്യമപ്രവർത്തനം തുടങ്ങിയ സമയത്ത് അദ്ദേഹം എറണാകുളം ജില്ലാ കളക്ടറായിരുന്നു, അതങ്ങ് മനസ്സിൽ പതിഞ്ഞുപോയി. അതുപോലെയാണ് ജയകുമാർ സാറ്, ബാബു പോൾ സാറ്, അങ്ങനെ കുറച്ച് ആളുകൾ ഈ മനുഷ്യരുടെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതാണ്. അതുപോലെ മാളവികയ്ക്കും ഈ സാഹിത്യ രംഗത്ത് നിറഞ്ഞു നിൽക്കാൻ കഴിയട്ടെ. എല്ലാ ആശംസകളും. നന്ദി. സാറിന്റെ വിലപ്പെട്ട വാക്കുകൾക്ക് നന്ദി. ഒരു പുസ്തകം എഴുതുന്നതിലും ബുദ്ധിമുട്ടാണ് ആ പുസ്തകം അവതരിപ്പിക്കാൻ.
ഒരു തികഞ്ഞ ഭാഷാസ്നേഹിക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അത് അദ്ദേഹത്തിന്റെ അറിവിന്റെയും ആത്മവിശ്വാസത്തിന്റെയും സാക്ഷ്യപത്രമാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ KP ജയകിരൺ സാറിന് പുസ്തകത്തെ പറ്റിയുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം. അതിനായി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Respected dignitaries on the dais and off the dais, and dear friends, I'm extremely delighted and privileged to introduce this wonderful anthology of 26 poems published by the Book Cafe. Much has been said about this book, especially by Jayakumar sir. I will just try to give a broad picture of this book. Now, the foreword by Jayakumar sir is a wonderful introduction to this book, I would say. And he has titled that introduction or foreword as Poems of Intensity and Introspection, which he said just now. And that title captures the spirit and essence of the 26 poems. And the Notes of Love by Karivattam Srikandan sir is the first poem, I would say, in that book. That's also a poem. I'm not daring to expose the entire book to you. I'm just a geology teacher with little knowledge in English. But what I do is, like a loyal gatekeeper, I will just show you the large estate from the perimeters. And it's up to you to enter the estate and experience the garden yourself. Now, I would like to begin from the titles. If you look at the contents page, you find 26 titles. And the journey through the 26 titles itself is a preview of the literary gems inside the book. But the titles are a little bit deceptive in the sense that you look at some of the titles like Confinement, The Prison, The Bane, Burnt Alive, The Way Out and Resurrection, you would be tempted to travel along the off-travel literary route taken by lady writers, that of pain, suffering and all. But that's a wrong perception that you'll be getting. When you go to these poems deeply, you'll understand that these are actually flowers in a literary garden. These poems, 26 poems, you'll find idea tulips and expressive lilies in the garden, and you only need to have the eyes to look at it that way. What she has given us is a canvas to paint for us, looking at these wonderful expressions and to project our own inner feelings into it. And some of the titles are very interesting, and like the great palette, which is an oxymoron itself. As you know, palette is it's a mix of colors. You cannot have a palette with grey color and yellow. That is the beauty of the poem she has written. And a little bit of something, that is also a very interesting title. Before going into the poems, I would like to quote the famous romantic English poet John Keats, who said, "Poetry should strike the reader as the wording of his own highest thoughts and appear almost a remembrance." Interestingly, the author, John Keats, was also a medical surgeon, and here also you find that a medically trained professional has penned her thoughts in a similar manner. And as Jayakumar sir observed in his speech, brevity is the soul of the book. And except the title, which is a bit long, everything else is very short. Very, very short. Like the enigma for you, or the lines like, "I cry waterfalls." What a wonderful way to express, "I cry waterfalls." These are crisp and intriguing lines and words that you find inside the book. And she has properly placed Bernard Shaw in the beginning by saying, "Without art, the crudeness of reality would make the world unbearable."
it's just like a cherry on the top of an ice cream sundae. She has placed G.B. Shaw like that. And she has painted her emotions, and she has given wings to her ideas, which are floating like cotton seeds in a stressful world, if you go deeply into the poems. And when you go inside the poems, the first thing that you'll be noticing is the choice of words. It's just like a master picking the best orchids from the world's selected gardens and placing it for you. And if you look at a poem, it is written, I walked up to my portrait to find a mangled decoction of cryptic impressions. See the way she has put the words together for giving it a meaning. And when you go to the poems, each of them, you will be getting glimpses of some of the greatest poets that we have read. Like, when you read the poem Confession, which is the first one, you get a taste of Emily Dickinson, the American author who experimented with expressions. And I walked up to my portrait to find a mangled decoction is just that. The way she experiments with the expressions. Such cryptic expressions are lavished throughout the 26 poems. And in the 16th poem, titled The Venom, you find a shade of Sylvia Plath, the confessional poet who loads her poems with vigorous energy for resurrection. And in The Venom, I quote the author, you cannot steal my light as the story goes. You cannot steal my light as I am the antidote for the venom in your spine. And you find intense emotions in poems like The Elixir, where you can see a you and I moment wonderfully portrayed. And Enigma, where you find we dissolving into I and you, where she has written, not until dawn we call it a deal, then fell the stars with nothing left to steal. Now, just like an eagle soaring the sky from the ground, she takes her ideas from the mundane, worldly things to the highest realms of abstract. And that's what you find from the beginning to the end. Especially if you go from the 17th poem onwards, the scene shifts to mysticism or surrealism or transcendentalism. And it's actually a literary flight, I would say. If you look at the poem number 4, which is titled White Door, it's just about a door where she talks about thresholds in life. And the final one is the illusion where the highest order human feelings are presented in the abstract realm. So author is also very clear about this when she says, I can't find the faded line between delusions and reality. And there are places where this thin line becomes very paper thin, and the reader is at pains to distinguish between these two, which is very well evident in the 10th poem, The Bane, where she wonderfully explains the journey of a tea dust in water. It goes like this, like the tea dust embracing insipid water, giving her spirit and soul, color and creed. It is about the journey of a tea dust in flavorless water to give the spirit and creed of the tea dust. And further down in that poem, she says, to drown in the ocean, that's you, I don't know if I would make it past. So it's like looking at the world with a wide eye, and rightfully she has given an illustration as a wide eye there. Now, as I told earlier, from a 17th poem onwards, you find a shift towards surrealism, and abstract world is presented. She presented her poem Never Enough, and not repeating that, about the balloons and colors, about picking more and more balloons of different color.
and in the end of it, she says, "I shall crave for more than anyone can offer, yet that won't be enough." And closing by saying something about the beauty of the work. The beauty of the work is the way in which concrete ideas are melted into the abstract realm in a beautiful way. What our author has done is she has played magic with words, imageries and metaphors so that we get a feel of reading good old poems that we are used to. I close by giving credit to my good friend, Dr. Deepa Prasad here, because the literary part of it is her contribution. As I told, I'm just a geology teacher. So thank you, Deepa, and thank you, Malavika, for inviting me and giving the question. Thank you. Deepa, ma'am, please. Thank you so much. വളരെ അടുപ്പമുള്ളവർ മാത്രമേ ഇവിടെ ഉള്ളൂ. ശരിക്കും ഈ പുസ്തക പ്രകാശനം കഴിഞ്ഞ വർഷം നടക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നതിനെക്കാട്ടിയും ശരി, അത് ഇന്ന് നടക്കാൻ കാരണം ആയ കുറച്ച് ആൾക്കാരുണ്ട്. ശരിക്കും ഒരു മിറക്കിൾ നടന്നിട്ടുണ്ട്. വി ബ്രോട്ട് മൈ ഫാദർ ബാക്ക് ടു ലൈഫ്. അപ്പൊ ആ മിറക്കിൾ നടക്കാൻ കാരണമായ ആൾക്കാരിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഹനീഷ് സർ. അതിന് ശരിക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പക്ഷെ സാർ ഇവിടെ വന്നു ആൻഡ് റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. താങ്ക് യു. ഒരു പുസ്തകത്തിനെ ഇതിലും നന്നായി അവതരിപ്പിക്കാൻ മറ്റാർക്കും സാധിക്കില്ല. Jaikiran sir has beautifully presented the book, drawing parallels to many pioneers of English literature. We are really grateful for that, sir. Thank you so much, sir. We have amidst us someone who has transcended international frontiers with his zeal and passion for service to humanity. With immense pleasure, I invite Dr. S.S. Lal to adorn us with his felicitations. Sir, please. സുഹൃത്തുക്കളെ, ഒരു പ്രഭാഷണത്തിന് തയ്യാറാകുന്നില്ല. ഇവിടെ വരാൻ തന്നെ കാരണം ഇവിടെ കവയിത്രിയുടെ അച്ഛൻ രവീന്ദ്രനെ ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്. സൗഹൃദത്തിൻ്റെ പേരിലാണ്. പിന്നെ ജന്മം കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അയച്ചിറങ്ങുകയാണ് ഞാൻ വന്നത്. മാളവിക മെഡിസിനൊക്കെ ചേരുന്ന സമയം തൊട്ട് എനിക്ക് ആ കാര്യങ്ങളൊക്കെ എന്നോട് പലരും ചർച്ച ചെയ്യുമായിരുന്നു. അപ്പോൾ അതിലൊന്നും അതിശയം തോന്നിയിട്ടില്ല. പിടിക്കുകയാണ്, സ്മാർട്ടാണ്. എല്ലാം കഴിഞ്ഞിട്ട് കവിതാ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതോടെ ഞാനൊന്ന് ഞെട്ടിയായിരുന്നു. കാരണം ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പഠിച്ചതാണ്. അപ്പോൾ അവിടെ ഒരുപാട് പേര്, ഒരുപാട് കലാവാസനയുള്ളവർ മെഡിസിൻ പഠനം കഴിയുമ്പോൾ അത് തീർന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. കലാതിലകങ്ങൾക്ക് അഡ്മിഷൻ കൊടുത്തിട്ട് പോലും പലപ്പോഴും ഈ മെഡിസിൻ പഠനത്തിന് 5.5 വർഷത്തിൻ്റെ യുദ്ധമാണ് മെഡിസിൻ MBBS പഠനത്തിന്. അതിനിടയിൽ ഇത്തരം താല്പര്യങ്ങളൊക്കെ നശിച്ചു പോകുന്നത് കാണാറുണ്ട്. പക്ഷെ എഴുത്തുകാരും ഒക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷേ മെഡിസിൻ പഠനത്തിന് ശേഷവും കവിത, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കവിതയൊക്കെ എഴുതാൻ കഴിയുന്നതും അത് തുടരാൻ കഴിയുന്നതും എന്നെ അതിശയിപ്പിച്ചൊരു കാര്യമാണ്. ഒരു ചെറിയ സംഭവം കൂടി ഓർമ്മ വരികയാണ്. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോൾ ഞങ്ങളുടെ മെഡിസിൻ്റെ പ്രൊഫസർ ഡോക്ടർ ജോയ് ഫിലിപ്പ്, പലർക്കും അറിയാൻ പറ്റും, എല്ലാവർക്കും ആശ്വാസം നൽകുന്ന, ഏത് അസുഖമായിട്ടും ചെല്ലുന്നവർക്ക് ആശ്വാസം നൽകുന്ന, എല്ലാം മാറും, ശരിയാവും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ഇപ്പോഴത്തെ മരിച്ചു, വളരെ പ്രശസ്തനായിട്ടുള്ള സെക്രട്ടറിക്ക് അറിയാം ജോയ് ഫിലിപ്പ് സാർ. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചിരുന്നത് ഡിഗ്രിക്ക്. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചു കഴിഞ്ഞാൽ കവിത എഴുതാൻ അല്ലെങ്കിൽ കോളേജിന് തന്നെ പ്രശ്നമാണ്. അപ്പോൾ എനിക്കും ഈ കവിത എഴുതുന്ന ചെറിയ പ്രശ്നമാണ്. കവിതയും കഥയും കവിതയൊക്കെയല്ലോ രണ്ടിലൊന്നും വേണം. അപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴത്തേക്ക് ജോയ് ഫിലിപ്പ് സാറുമായിട്ട് സൗഹൃദമായപ്പോൾ ഞാനിങ്ങനെ രാഷ്ട്രീയമൊക്കെ ഉള്ള ആളാണ്. അതിൻ്റെ പേരെടുത്തോളം രാഷ്ട്രീയത്തെ സൂക്ഷിക്കണം, ഒരു കുട്ടപ്പനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പഠിത്തവും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാൽ പറഞ്ഞിങ്ങനെ സന്തോഷമായിട്ട് സംസാരിക്കണം. ഞാൻ സാർ എനിക്കിങ്ങനൊരു കവിത കഥയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സാറ് കുഴപ്പമില്ല, കോഴ്സ് കഴിയുമ്പോൾ മാറിക്കോളും, അസുഖമെല്ലാം മാറി എല്ലാം ശരിയാവുമെന്ന് പറയുന്നത് പോലെ പറഞ്ഞു വരികയുണ്ട്. അപ്പോൾ അത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് ഞാൻ വിദ്യാർത്ഥികളോട് പറയാറുണ്ട്. ഒരുപാട് കഴിവുകളുള്ളവർ ഇതുപോലത്തെ പ്രൊഫഷണൽ കോളേജിലൊക്കെ വരുമ്പോഴത്തേക്കും കഴിവുകൾ നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ മാറ്റിവെക്കാൻ ഉള്ള അവസരമില്ലാതെ പോകാറുണ്ട്. അതില്ലാതെ നിലനിർത്തിയാണ് മാളവികയുടെ പ്രത്യേകത. ഇനിയും തുടരെ ഒരുപാട് കവിതകൾ എഴുതാൻ കഴിയട്ടെ, സാഹിത്യത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. That was really heartwarming. Thank you, sir.
ജീവകാരുണ്യ പ്രവർത്തനത്തിനായി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു മഹത് വ്യക്തിയാണ് ലയൺ ശ്രീ എം എ വഹാബ്. ആതുര സേവനത്തിന്റെ മാർഗദീപമായി നിലകൊള്ളുന്ന അദ്ദേഹത്തിന്റെ ആശംസയില്ലാതെ ഈ ചടങ്ങ് പൂർണ്ണതയിലെത്തുകയില്ല. അതിനായി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സർ പ്ലീസ്. പ്രിയങ്കരൻ അധ്യക്ഷൻ, പ്രസ് ക്ലബ് സെക്രട്ടറി ശ്രീ കെ സാലു, ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച് മാന്യ പ്രഭാഷണം നടത്തിയ ഡോക്ടർ എം ജി മുഹമ്മദ് ഹാനിഷ് IAS, എൻ്റെ നല്ല അയൽക്കാരൻ ഉപരി ആത്മസുഹൃത്ത് ശ്രീകണ്ഠൻ നായർ കാര്യവട്ടം, സഹൃദയരായ ബഹുമാന്യ സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, യുവത്വം ആവേശകരമായി നിന്ന ഒരു യുവ ഡോക്ടറുടെ കവിതാ സമാഹാരത്തിൻ്റെ ഭാഷ്യങ്ങളാണ് നാം ഇവിടെ കണ്ടതും കേട്ടതും അറിയുന്നതുമൊക്കെ. ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കലാവാസനയുള്ള ഒരു എഴുത്തുകാരിയാണ് ഈ ഡോക്ടർ. അന്ന് 4 കൊല്ലം മുൻപ് ലയണിസത്തിൽ നിന്നൊരു അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി എത്തിയപ്പോൾ മുതൽ, ഞങ്ങളത് ആദരവോടെ നൽകിയപ്പോൾ മുതൽ മനസ്സിലാക്കി തുടങ്ങിയതാണ് പ്രിയങ്കരി ഡോക്ടർ മാളവികയ്ക്ക് ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ നന്മകൾ ചെയ്യാൻ കഴിയും എന്ന്. പ്രചോദനം നൽകിയത് അദ്ദേഹത്തിൻ്റെ അച്ഛനാണെന്നും അമ്മയാണെന്നും സഹോദരിയാണെന്നും ഒക്കെ അറിയാൻ കാരണം, ലോകോത്തര ബഹുമതികൾ അനവധി കരസ്ഥമാക്കിയ സർവീസ് ഓർഗനൈസേഷന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ ആയതുകൊണ്ട് കൂടിയാണ് മാളവികയ്ക്ക് ഒരുപക്ഷെ ജനറൽ ഹോസ്പിറ്റലിലെ 9-ാം വാർഡിൽ അതീവ ദയനീയമായി കഴിയുന്നവർക്ക് വേണ്ടി തൻ്റെ സമ്പാദ്യത്തിൽ ഒരു വിഹിതം അർപ്പിക്കാൻ മനസ്സോടുകൂടി എഴുത്തിനെ കണ്ടെത്തിയതും അതിലൂടെ കിട്ടുന്ന ആ സമ്പാദ്യം മുഴുവനും അവർക്ക് അർഹതപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കളിച്ചു നടക്കേണ്ടുന്ന പ്രായത്തിൽ എഴുത്തിൻ്റെ രംഗത്തേക്ക് എത്തി. അതുകൊണ്ടാണ് കവികൾ ഏത് ഭാഷ്യത്തെയും മനസ്സിലാക്കി എഴുതുന്നുണ്ട്. എന്നാൽ വായനക്കാരൻ്റെ ഉള്ളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പാകത്തിനുള്ള എഴുത്ത്, അതാണ് ഒരു കവിയെ സംബന്ധിച്ച ആവശ്യം. അത് പ്രിയങ്കരനായ ജയകുമാർ സാർ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. എഴുത്തിൻ്റെ ഉള്ളടക്കം വായനാശീലം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളിൽ പ്രചോദനം ഉണ്ടാക്കുമ്പോഴാണ് ഒരു എഴുത്തുകാരി അന്തസ്സുറ്റ എഴുത്തുകാരിയായി മാറുന്നത്. കലാവാസനകളെ സ്നേഹിക്കുന്ന നമുക്ക് ശ്രീ മാളവികയുടെ കരുത്തുറ്റ കലാവാസനകൾ ഇനിയും കൂടുതൽ അറിയാനും കേൾക്കാനും ഇരിക്കുന്നതേ ഉള്ളൂ. നാം ചെയ്യുന്ന കർമ്മങ്ങൾ നാളേക്ക് നമുക്കുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. സമ്പത്തുകളെല്ലാം ത്യജിച്ച് നാളെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നാം ചെയ്യുന്ന സർവീസുകൾ നമുക്ക് കൂട്ടായി വരും എന്നുള്ളതിലും സംശയമില്ല. ഓരോ കർമ്മവും ഓരോരുത്തരും ചെയ്യുമ്പോൾ എന്തിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ്, ഏതിലേക്കാണ് എന്ന് മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിറങ്ങിയാൽ തീർച്ചയായും അത് ഉന്നതിയിലെത്തും എന്നുള്ളതിലും സംശയമില്ല. നാം എന്താണോ ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കുകയും ചെയ്യും. 9-ാം വാർഡ് പലരും ഇവിടെ ഇരിക്കുന്നവർ കണ്ടിട്ടുണ്ടാവില്ല. ദയനീയമായ ആ അവസ്ഥ കാണുമ്പോൾ മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാതെ പോവില്ല. ആ ഒരു തിരിഞ്ഞു നോട്ടത്തിനാണ് എൻ്റെ സംഭാവന ഈ പുസ്തകത്തിലൂടെ ആകട്ടെ എന്ന് ഈ കൊച്ചു കലാകാരി ആഗ്രഹിച്ചതെങ്കിൽ അതിനെ പ്രചോദിപ്പിക്കാനുള്ള മനസ്സ് പൂർണ്ണമായും നമുക്കുണ്ടാകണം. ലയൺസ് പ്രസ്ഥാനം അത് ഏറ്റെടുക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 220 രാജ്യങ്ങളിലും സമഞ്ജസമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ കണ്ണുകളാണ് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും. നാം ചെയ്യുന്ന ഓരോ കർമ്മവും നാളെ നമുക്ക് ഫലമായി വരും എന്നുള്ളത് സംശയമില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ നാം ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ നാളെ നിങ്ങൾക്ക് ഒരു പ്രചോദനമാകുമെങ്കിൽ നിങ്ങൾക്കും ലൈൻസ് ആകാം. അങ്ങനെ ആകുന്നതിന് വേണ്ടിയിട്ടാകട്ടെ നമ്മുടെ ഓരോ പ്രവർത്തനവും എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രിയങ്കരുടെ വളർച്ചയ്ക്ക് ഞാനൊരു ലയൺസ് പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത വർഷം കൂടുതൽ സജീവമാവുകയും ചെയ്യും. അന്തി ഉറങ്ങാൻ വീടില്ലാത്ത അനേകർ നമ്മുടെ നാട്ടിലുണ്ട്. 70,000 പേർക്ക് 4 വീടുകൾ ഉണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നു കേരളത്തിൽ. അതുപോലെ 35,000 പേര് വീടുകൾ പണിതിട്ടിട്ടും താമസിക്കാൻ ആർക്കെങ്കിലും കൊടുക്കാതെയോ വിദേശ രാജ്യങ്ങളിൽ അന്തി ഉറങ്ങുന്നു. അങ്ങനെ നിരവധി പേരുണ്ടാവുമ്പോൾ മരച്ചില്ലകൾക്ക് താഴെയോ പൈപ്പിൻ്റെ ഉള്ളുകളിലോ വസിക്കുന്നവർ 1,35,000 പേര് എന്നാണ് കണക്ക്. അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മാളികകൾ ഉണ്ടാക്കി എയർ കണ്ടീഷൻ അകത്തില്ലാതെ നമുക്ക് ഉറങ്ങാൻ കഴിയാത്ത നമുക്ക് നാളേക്കൊന്നൊരു ദിവസം വൈറസായി രൂപാന്തരപ്പെട്ടാൽ ഒരുപക്ഷെ ആരെ കുറ്റം പറയും? സ്വയം നമ്മെ തന്നെ കുറ്റം പറയേണ്ട അവസ്ഥയിലേക്ക് വരും. വരാതിരിക്കുന്നതിന് ഞങ്ങളെപ്പോലെ സമ്പത്തിൽ വിഹിതം അർഹർക്ക് കൊടുക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആത്മാർത്ഥമായി അറിയിച്ചുകൊണ്ടും ഈ പ്രിയപ്പെട്ട കലാകാരിക്ക് നാളേക്ക് നല്ലൊരു ലോകം അറിയുന്ന ഒരു കലാകാരിയായി വളരട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. Professor T. Girija Ma'am, a captivating writer, dedicated teacher, and a radiant personality with decades of teaching experience, is here with us to share her valuable thoughts on the book. Kavida ആസ്വാദനത്തിനായി പ്രൊഫസർ ടി ഗിരിജ മാഡത്തിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ വലിയ ആസ്വാദനത്തിന് മുതിരുന്നത് തികച്ചും അക്ഷന്തവ്യമായ അപരാധമാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെ വളരെ ചെറിയ വാക്കുകളിൽ ഞാൻ 1-2 കവിതകളെ മാത്രം തൊടുന്നു. കാരണം അരികൾ എന്തോന്നറിയാൻ എല്ലാ അരികളും എടുത്തു നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് 26 കവിതകളിൽ 86 പേജ്. അതിൽ വളരെ ചെറിയ ചെറിയ കവിതകൾ ധാരാളമുണ്ട്, വളരെ വലിയ കവിതകളുമുണ്ട്. അതിനിടയിൽ ഞാൻ കാണാത്ത ഒരു സാധനം മതമോ രാഷ്ട്രീയമോ നമ്മളുടെ ഇന്നത്തെ സംഘർഷങ്ങളോ ഒന്നും മാളവിക ഇതിനകത്ത് വലിയ വിശാലമായ ഒരു ക്യാൻവസിൽ പകർത്തിയിട്ടില്ല എന്നുള്ളതാണ്. തികച്ചും പേഴ്സണലായ വൈകാരികമായ വളരെ ഇമോഷണലായ കാര്യങ്ങൾ, അത് സാറിപ്പോൾ പറഞ്ഞ റിയാലിറ്റി, ആ റിയാലിറ്റിയുടെ സ്ഥലത്ത് നിന്നുകൊണ്ട് വാട്ട് ഈസ് റിയാലിറ്റി ബട്ട് എ ഡിസീവിങ് ഷാർലറ്റൻ എന്ന് പറയുന്ന ആ കുട്ടി വളരെ ഇതായിട്ട് തന്നെ അങ്ങനെയുള്ള വളരെ നമുക്ക് മുള്ളുകൊള്ളും, നമുക്ക് വേദനിക്കും എന്ന് തോന്നുന്ന കുറേ കാര്യങ്ങളിൽ നിന്ന് വിട്ടുമാറി ആണ് സഞ്ചരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. Then, when I am talking about Malavika as a doctor poet who knows or who has gone deep into the human life and have expressed them in a manner that in just cryptic lines and not long winding ആയിട്ടുള്ള അങ്ങനെയുള്ള ഇമോഷൻ അല്ല, just in cryptic lines she has decided to portray the sufferings and the pain of person. This is a personal pain that we are seeing, not the pain of a society. അപ്പോൾ അങ്ങനെ വളരെ ചെറിയൊരു സമൂഹത്തിൻ്റെ ഒരു വേദന അതിലൂടെ കടന്നു പോകുമ്പോൾ ഈ 86 പേജിൽ ടോക്കിംഗ് അബൌട്ട് ദ 86 pages and the 26 poems and she has managed to fulfill the poetic quality of that, and almost all these lines are emotionally packed, and the transparency of that emotion when the reader goes through that is the achievement of the poet. The transparency of the transmission of that emotion is something that attracted me. And I have met Malavika just 1 week before,
And even at that moment, I have understood that she is a person who is emotionally rich and gifted. And she has talked in such a manner that naturally I got attracted towards that poems because of her personality. The personality is reflected in the poems of the great writer. And even the title of the book triggers our imagination. A day-old ghost that may vanish after some days, or sometimes it may reappear again, or in another form, either in one form or in another form it may appear. So the poet as a natural burden, all these memories may come, these woes may come, and these vices may automatically come along with that. And so, മൂടുക കൃതന്തമേ മുക്ത വേദന കൊണ്ടൻ മൂക സങ്കല്പങ്ങളെ മുഴുവൻ മുത്താകട്ടെ എന്ന് പറഞ്ഞ പോലെ ദുഃഖത്തിൽ നിന്നാണ് കവിത വരുന്നത് എന്ന് പറഞ്ഞാൽ പണ്ട് വാത്മീകി പറഞ്ഞതുപോലെ അമ്പ് കൊണ്ട പക്ഷിയുടെ എമ്പതി that should be there in the poet. അമ്പ് കൊണ്ട പക്ഷിയെ നോക്കി മാനിഷാദ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തുടങ്ങിപ്പോയ ആ കവിതാ നദി അത് ഒരു ഇന്നും ഫ്ലോ ചെയ്യാണ് എല്ലാവരുടെയും ഉള്ളിലൂടെ എവിടെയൊക്കെ കാണുന്നു അവിടെയൊക്കെ. ആൻഡ് മാളവിക is searching for her identity. ഞാൻ റഷ് ചെയ്ത് പോവാണ്. മാളവിക സ്വന്തം ഐഡന്റിറ്റിയെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇംഗ്ലീഷ് ഡ്രാമയിൽ പറയുന്ന പോലെ ഒരു ഹെയറി ഏപ്പ്, ഒരു കോൾ മൈനിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ അടുത്തേക്ക് ഒരു വളരെ സുന്ദരിയായ ഒരു പെൺകിടാവ് കടന്നു വരികയാണ്. അപ്പൊ ഈ മനുഷ്യൻ കംപ്ലീറ്റ് കോളൊക്കെ ആയി ഇങ്ങനെ ഡാർക്കായിട്ടിരിക്കുന്ന ഒരു നീഗ്രോ. ആൻഡ് ലുക്കിംഗ് അറ്റ് ദാറ്റ് പേഴ്സൺ ഷീ കോൾസ് ഹെയറി ഏപ്പ് ആൻഡ് ഷീ ജസ്റ്റ് ഗോസ് ബാക്ക്, just howling, just crying, and she just goes back from there. From that moment onwards, the worker starts thinking, who am I and where do I belong? Avadana belongingness or trying to find out one's own identity. The man tries to find his identity and he just goes and tries to find out. And one day he reaches near a cage and there a gorilla is locked, and he goes there and opens the cage. And gorilla comes and hugs him and just throws him as a heap of clothes just in the corner of the cage and walks off. And the man finally murmurs. He was murdered, totally murdered, but he murmurs, finally I do belong. I belong to the steel. I am the byproduct of steel. എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആ റിയലൈസേഷൻ വരുമ്പോഴും മാളവികയുടെ സെർച്ച് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഷീ ഈസ് സെർച്ചിങ് ഫോർ ഹെർ ഓൺ ഐഡന്റിറ്റി. And I honor and I respect the permutation and combination of the words there. But some places, the beautiful high sounding words hampers our imagination. The cyanotic lips, grief entrenched to the dearest basuram, mangled beautiful decoction of cryptic impressions. I drowned the woe so deep that it just seeped into the earth's core and fuels the magma. So these are all difficult things that ordinary people finds difficult, or the nut very difficult to crack. And we may stand there. നമ്മളിങ്ങനെ ഒഴുകി വരുമ്പോൾ അവിടെ വന്ന് ഒരു സ്റ്റോപ്പ് അടിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ മറിച്ച് നോക്കും എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. So when we have to refer a dictionary to find out the meaning, because she knows how to draw, how to paint, and all this she knows. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കൺകോക്ഷൻ ഓഫ് ഇമോഷൻസ് ആൻഡ് ദ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് പറയാനുള്ളത് വളരെ മനോഹരമായി തന്നെ വളരെ മുറിച്ച വാക്കുകളിൽ ക്രിപ്റ്റിക് ലാംഗ്വേജ് ആൻഡ് ദർ ഈസ് നോ ലോങ് വൈൻഡിങ് ആയിട്ടുള്ള അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഇങ്ങനെ ചില സ്ഥലത്ത് വരുമ്പോഴേക്കും വി ഫൈൻഡ് സം വേർഡ്സ് വെരി ഡിഫിക്കൽട്ട് ടു ക്രാക്ക്. ആൻഡ് ദെൻ ശ്രീ ജയകുമാർ സർ in his foreword aptly calls the collection of the poems as poems of intensity and introspection. But the little doctor poet has mastered this art, and after meeting her for the first time before a week, each line and poem has imparted a sense of creativity. And then almost all crispy lines are throbbing with emotions. That is the outcome of introspective creative ideas or the creative process. Realization dawns late. After pining for a never realized dream, she longs for the realization of her misinterpreted identity. Then it is the conflict or an unending journey of an artistic soul to discover herself in the midst of great storms and heavy rain. There is immense power and there is desire to confront truth. This collection, with its energy, power and sincerity, deserves permanency in the minds of the readers. So, with all sincerity, I wish her a bright future.
ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ബുക്ക് ഓഫ് ഫ്രീ പബ്ലിക്കേഷൻസിൻ്റെ അഭിമാനകരമായ ഒരു പുസ്തക പ്രകാശന കർമ്മമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഡോക്ടർ മാളവികയുടെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിലേക്ക് വേണ്ടി ആദ്യമായി സമീപിക്കുന്നത് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാർ എന്ന കവി സുഹൃത്താണ്. വളരെ വ്യത്യസ്തമായി ഈ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന ആഗ്രഹം അദ്ദേഹം പങ്കുവച്ചു. വളരെ ഉത്സാഹത്തോടുകൂടി എന്ന് പറയുന്നതിനേക്കാൾ ഉത്തരവാദിത്വത്തോടുകൂടി എന്നേക്കാൾ അധികം ഇതിൽ മുന്നിട്ട് നിന്നത് എഴുത്തുകാരിയാണ് എന്നുള്ളതാണ് ഏറ്റവും വാസ്തവം. സാധാരണ പബ്ലിഷേഴ്സാണ് കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കുന്നത്, പക്ഷേ എഴുത്തുകാരി നേരിട്ട് വളരെ കാര്യങ്ങളിൽ ഇടപെടുകയും വളരെ സജീവമായി തെറ്റുകൾ തിരുത്താനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും എവിടെ വേണമെങ്കിലും വരാമെന്നുള്ളതാണ്. എവിടെ പൂവാറാണെങ്കിൽ പൂവാർ, 5 തെങ്ങിൽ 5 തെങ്ങ്, കൊല്ലമാണെങ്കിൽ കൊല്ലം. അപ്പൊ ആ ഒരു ചങ്കൂറ്റം, ആ ഒരു എന്തിനും തയ്യാറായി നിൽക്കുന്ന എഴുത്തുകാരന്റെ ഒരു മനോഭാവം അത് മാളവികയ്ക്കുണ്ട്. അതാണ് ഇത്ര തീക്ഷ്ണമായ വരികൾ എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. അതിന് കൂട്ടായി ഒരു കരുത്തുറ്റ ഒരാൾ ഉണ്ട് എന്നുള്ളത് വാസ്തവപരമായ കാര്യമാണ്. അത് മറ്റാരുമല്ല, അദ്ദേഹത്തിന്റെ അച്ഛനാണ്. അദ്ദേഹം പറഞ്ഞത്, ഒരു ദിവസം കാറിലൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, പിതാവിന്റെ ധർമ്മമാണ്, നമ്മളെ ഒരു വലിയൊരു വാക്കാണ് ഉപയോഗിച്ചത്, പിതാവിന്റെ ധർമ്മമാണ് മകളുടെ കാര്യങ്ങളൊക്കെ നോക്കി അവളുടെ സന്തോഷമാണ് എൻ്റെ വലിയ ആഗ്രഹമാണ് എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ അച്ഛനാണ് ഇതിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് തന്നെ ഇതിന് ചുക്കാൻ പിടിച്ചത്. ഏറ്റവും ഈ ഭ്രമാത്മകമായ കാഴ്ചകൾ അല്ലെങ്കിൽ അത്തരം ചിന്തകളാണ് ഈ കവിതകളിൽ ഉടനീളം പറയുന്നത്. അത് മാത്രമല്ല, ഒരു കവിതയുടെ നാമം തന്നെ പുളിച്ച വിരലുകൾ എന്നാണ്. നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ പെട്ടെന്ന് എന്താണിത് അല്ലേ, കവിത എഴുതുന്നത് ഒരു ഭ്രാന്താണെന്ന് പറയുമെങ്കിലും വളരെ ഇങ്ങനെയുള്ള വാക്കുകൾ കണ്ടെത്തുന്നതാണ്. പ്രഹേളിക പോലുള്ള വാക്കുകൾ, ഭ്രമം പോലുള്ള വാക്കുകൾ, ഒരു ഭ്രമക്കാഴ്ചയെ നമ്മുടെ മുന്നിലേക്ക് ഇട്ടിട്ട് നീ വായിക്കണം എന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുന്ന വരികളാണ് ഈ കവിതകളാകെ. ഈ കവിതകൾ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ അനുവാചകരുടെ ആദരവ് പിടിച്ചു പറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും, നമ്മുടെ മനസ്സുകളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും ഈ കവിതകൾക്ക് കഴിയും. വീണ്ടും വീണ്ടും ഈ കവിക്ക് കൂടുതൽ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ ഞാൻ ആശംസിക്കുന്നു. അത് എഴുത്തിന്റെ സങ്കടങ്ങളാണെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ യുവർ കൈൻഡ് വേർഡ്സ് സർ. അടുത്തതായി ഈ പുസ്തക പ്രകാശനം പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സഹായിച്ച പ്രിയപ്പെട്ടവർക്കുള്ള ഉപഹാര സമർപ്പണമാണ്. ഇതിനായി ശ്രീ മുഹമ്മദ് ഹനീഷ് IAS അവരെ ക്ഷണിക്കുന്നു. ആദ്യമായി ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി പ്രൊഫസർ T. ഗിരിജ മാഡത്തിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് ഡോക്ടർ SS ലാലിനെ ക്ഷണിക്കുന്നു. വിശിഷ്ടാതിഥിയുടെ കയ്യിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് ശ്രീ MA വഹാബ് അവരെ ക്ഷണിക്കുന്നു. I invite Dr. Jayakiran sir to kindly receive our token of gratitude. അടുത്തതായി പബ്ലിഷർ ഷൈജു അലക്സിനെ ഉപഹാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ KN സാനുവിനെ ക്ഷണിക്കുന്നു. നിസ്വാർത്ഥമായി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതിന് പ്രണവസിനെ ഉപഹാരം സ്വീകരിക്കാൻ ക്ഷണിക്കുന്നു. അടുത്തതായി അതുൽ ഷാജി. ഡോക്ടർ ലക്ഷ്മി ആജെ.
ഗൗരി പാർവതി, ഗായത്രി പി കെ, മാളവികയുടെ എഴുത്തിന് പിന്നിൽ പ്രചോദനം നൽകിയവരെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ജന്മം കൊടുത്തവർ ജന്മം കൊടുക്കുന്നതിന് മുൻപുള്ള അവരുടെ നല്ല മനസ്സുകളെയാണ് പ്രകീർത്തിക്കേണ്ടത്. അച്ഛൻ മക്കൾ കുടുംബ ബന്ധം എങ്ങനെയാകണം എന്ന് നമ്മളൊക്കെ പഠിച്ചവരാണ്. എന്നാൽ മകളെ സ്നേഹിക്കുന്ന അച്ഛൻ, അതുപോലെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മകൾ, ഇവരൊക്കെ ആയിരിക്കണം നമ്മുടെ ഭാവിയിലെ വാഗ്ദാനങ്ങൾ. പ്രിയപ്പെട്ട മാളവികയ്ക്കും മാളവിയെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന അച്ഛനും അമ്മയെയും കൂടി ലയൺസ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ, ലയൺസ് ഡിസ്ട്രിക്റ്റിൻ്റെ പേരിൽ ഞാൻ ആദരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ഉപഹാര സമർപ്പണം കൂടെ ഉണ്ട്. അല്ലെങ്കിലും തിരക്കുകൾക്കിടയിൽ നമ്മുടെ കൂടെ ഏറ്റവും അടുത്തുള്ള ആൾക്കാരെയാണ് മറന്നുപോവുക. ഇതിനുവേണ്ടി നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിച്ച കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാറിനെ ഉപഹാര സമർപ്പണത്തിനായി ക്ഷണിക്കുന്നു. ഈ ഉപഹാരം സമർപ്പിക്കുന്നതിന് ഹനീഷ് സാറിനെ ക്ഷണിക്കുന്നു. കൃതജ്ഞത രേഖപ്പെടുത്താൻ പ്രിയപ്പെട്ട സുഹൃത്ത് കുമാരി ഗൗരി പാർവതി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ KN സാനു സാർ, മുഖ്യാതിഥി അദ്ദേഹം വേദിയിൽ നിന്നും നേരത്തെ പോയി. എന്നിരുന്നാലും ജയകുമാർ സാർ, ഉദ്ഘാടകൻ APM മുഹമ്മദ് ഹനീഷ് സാർ, മറ്റു വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഏതൊരു ചടങ്ങും അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് മനോഹരമായൊരു പരിസമാപ്തിയിലൂടെയാണ്. നമ്മുടെ ഈ ചടങ്ങിൻ്റെയും പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് നമ്മൾ. ഇവിടെ കൃതജ്ഞത അർപ്പിക്കുക എന്നൊരു കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ ചടങ്ങിൻ്റെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തുകയും അദ്ദേഹത്തിൻ്റെ തിരക്കേറിയ സമയം നമുക്ക് വേണ്ടി മാറ്റിവെക്കുകയും പ്രിയപ്പെട്ട ഡോക്ടർ മാളവിക RJയെ പറ്റി, അവരുടെ കവിതകളെ പറ്റിയും വളരെ മനോഹരമായി നമുക്ക് വാക്കുകൾ സമർപ്പിക്കുകയും ചെയ്ത നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീ ജയകുമാർ സാറിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് എൻ്റെയും ഈ പരിപാടിയുടെ എല്ലാ അണിയറ പ്രവർത്തകരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ ഉദ്ഘാടകൻ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീസ് സാറിനാണ്. സാറേ പറഞ്ഞതുപോലെ ഒരു കുടുംബ സുഹൃത്ത് എന്ന നിലയിലും ഒരു തികഞ്ഞ മനുഷ്യസ്നേഹിയും ആയിട്ടുള്ള സർ ഇവിടെ എത്തി അദ്ദേഹത്തിൻ്റെ ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചു. അദ്ദേഹത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തും. അടുത്തതായി കവിയും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീകണ്ഠൻ നായർ സാർ. സാറിനോടുള്ള നന്ദി ഒരു വാക്കുകൾ പറഞ്ഞു തീർക്കാൻ ഒക്കുന്നതല്ല. സാറ് പറഞ്ഞതുപോലെ ഈ ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ ഉടനീളമുള്ള ഘട്ടത്തിലെ എല്ലാത്തിലും സാർ ഒരു വഴികാട്ടി, ഒരു കുടുംബ സുഹൃത്ത് അല്ലെങ്കിൽ ഒരു അധ്യാപകനായിട്ട് എല്ലാത്തിലും ഒപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ വാക്കുകളിൽ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്താൻ പറ്റില്ല. എന്നിരുന്നാലും ഹൃദയം നിറഞ്ഞ നന്ദി അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്. അടുത്തതായി ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ
പ്രസ് ക്ലബ് സെക്രട്ടറിയുമായ ശ്രീ കെ എം സാനു സാറിന് ഉള്ള നന്ദിയും ആദരവും രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി മാളവികയുടെ ഈ കവിത എ ഡി ഓൾ വോസ് ആൻഡ് വൈസസ് എന്ന കവിത മനോഹരമായി ഇവിടെ അവതരിപ്പിച്ച് ഡോക്ടർ കെ പി ജയകിരൺ സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. അതുപോലെ നമ്മുടെ ലയൺസ് ക്ലബിൻ്റെ സെക്രട്ടറി ശ്രീ എം എ വഹാബ് സർ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും അദ്ദേഹത്തിൻ്റെ മഹനീയമായ സാന്നിധ്യത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മനോഹരമായ വാക്കുകൾ കൊണ്ട് ഈ വേദിയെ ധന്യമാക്കിയ പ്രൊഫസർ ടി ഗിരിജ മാഡത്തിനോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ ഡോക്ടർ എസ് എസ് ലാൽ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിനും വാക്കുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് അണിയറയിൽ പ്രവർത്തിച്ച പ്രണവ് ശ്രീകുമാർ, ഡോക്ടർ ലക്ഷ്മി ആർ ജെ, ഗായത്രി പി കെ, അതിൽ ഷാജി എന്നിവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഈ പുസ്തകത്തിൻ്റെ പബ്ലിഷറായ ഷൈജു അലക്സ് സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് മാളവികയുടെ ജീവിതത്തിലെ ഇത്രയും മനോഹരമായ ഈ ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചതിൽ സന്തോഷം, അതിലേറെ അഭിമാനം. അവൾക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ആരെങ്കിലും വിറ്റുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഇവിടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും അഭ്യുദയകാംക്ഷികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പത്രമാധ്യമ പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. മുകളിലത്തെ നിലയിൽ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ എന്ന് അഭ്യർത്ഥിക്കുന്നു. Dinner is arranged on rooftop. Kindly make your way. ബുക്ക് വാങ്ങിക്കാനുള്ള സംവിധാനം വേദിയുടെ ബാക്കിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും വാങ്ങിച്ച് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്നും ഈ ഒരു മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ കൂടി ഭാഗമാവുമെന്നും പ്രതീക്ഷിക്കുന്നു. വണ്ടി കയറ്റി തുടങ്ങി ബാഗ് സൂക്ഷിക്കണേ.
നമ്മൾ വരാതിരിക്കും. എന്താണോ ഇത് ഡെവിൻസാം ഈവൻ ടി വി ഈസ് കോർഡിനേറ്റ്. ഇത് എൻ്റെ അഡ്രസ്. ഇത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ടി വി ഇതിൻ്റെ ആണല്ലേ? ജീവൻ ടി താങ്ക് യു. എനിക്ക് ആ ഫോട്ടോ കിട്ടുകയാണ് ഞങ്ങളുടെ ചെയ്തില്ല. ഫോട്ടോ ഇട്ട് നമ്പർ ഒന്ന് തന്നേക്കാം. അതേ മതി, ഇന്ന് തന്നെ വേണമെന്നില്ല. 9656 Bevin Sam. Bevin BEVIN. Bevin. വെരി ഗുഡ്. നിങ്ങളെല്ലാം സ്മാർട്ടായിട്ട് ഇങ്ങനെ ആയിരുന്നു. താങ്ക് യു. പാക്ക് ചെയ്തോ. ഓ ശരി. ഓ ഫ്രണ്ട്സ് ആണോ? ആ വാങ്ങിയല്ലേ? പതുക്കെ എവിടെ ഇരിക്കാം.